നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വൻ വിജയം രാജ്യം ആഘോഷിക്കുമ്പോൾ കോൺഗ്രസ് രാഷ്ട്രത്തെക്കാൾ രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകുകയാണോ? പാകിസ്ഥാനിലെ ഭീകരരുടെ അടിവേര് ഇന്ത്യ ഇളക്കുമ്പോൾ ചോദ്യങ്ങളുണ്ടെന്ന് ഇടയ്ക്കിടെ പറയുന്നു കോൺഗ്രസ്. ശശി തരൂരിനെയും പി ചിദംബരത്തെയും പോലെയുള്ള നേതാക്കൾ എതിരഭിപ്രായങ്ങളും. ഒടുവിൽ ട്രംപ് പറഞ്ഞത് കേട്ട് ചോദ്യങ്ങളുമായി ഇറങ്ങിയ കോൺഗ്രസിന് ട്രംപ് തിരുത്തിയതോടെ അവിടെയും തിരിച്ചടി. പാകിസ്ഥാൻ ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള സംഘത്തിന്റെ തലവനായി കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്നത് ശശി തരൂർ എംപിയെ. കോൺഗ്രസ് ഇതിന് സമ്മതം മൂളുകയാണ്. ഇന്ദിരാഗാന്ധിയെയും മോദിയെയും താരതമ്യം ചെയ്ത് പാകിസ്ഥാനുമായുള്ള വെടിനിർത്തലിനെ ചോദ്യം ചെയ്തതിലും കോൺഗ്രസ് പ്രതിരോധത്തിലായി. പാകിസ്ഥാനെതിരെ രാജ്യത്തോടൊപ്പമെന്ന് പറയുമ്പോഴും പിന്തുണയിൽ ഉപാധി വയ്ക്കുകയാണ് കോൺഗ്രസ്. രാജ്യസ്നേഹത്തിലും ഉപാധി വയ്ക്കുകയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ഡിബേറ്റിൽ ശ്രീ അനിൽ ബോസ്, ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ MS വേണുഗോപാൽ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ അനിൽ ബോസ്, ജയ് ഹിന്ദ് യാത്ര നടത്തുകയാണ് കോൺഗ്രസ് ഇപ്പോൾ. അതായത് ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ സൈനികർക്കുള്ള സല്യൂട്ട് എന്ന രീതിയിലാണല്ലോ. ഇതിപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്ത തീരുമാനങ്ങളും നടപ്പിലാക്കിയ രീതിയും ഭീകരതയെ അടിച്ചമർത്തുവാനുള്ള ഇന്ത്യയുടെ ആ ആർജവവും അതിന് കോൺഗ്രസ് അംഗീകാരം നൽകുന്നില്ലേ? അതോ സൈനികരുടെ നേട്ടങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മാത്രമുള്ളതാണോ? അതിന് ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഇവിടെ ഓപ്പറേഷൻ സിന്ദൂറിൽ അതിന്റെ വിജയത്തിൽ അതിനെ പ്രശംസിക്കുന്നതിൽ ഉപാധി വയ്ക്കുന്നുണ്ടോ കോൺഗ്രസ്? ഇന്ത്യ എന്ന് പറയുന്നതും ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറയുന്നതും ഒരുമിച്ച് നിൽക്കേണ്ട സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമ്മളെല്ലാ കാലത്തും മറ്റൊരു രാജ്യവുമായി തർക്കമുണ്ടായാൽ ഒരു പൊതുബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമോ മറ്റേതെങ്കിലും താല്പര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയ പോരാട്ടം 71 നടക്കുമ്പോഴും അതല്ലാത്ത സിക്കിം അടക്കം നമ്മൾ ചേർത്ത് പിടിക്കുന്ന നടപടിക്രമങ്ങളും ഇതൊക്കെ നമ്മൾ നോക്കിക്കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതിലൊക്കെ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് നമ്മൾ യോജിച്ചാണ് നിലപാടെടുത്തത്. അന്നത്തെ ഭരണാധികാരികൾ അത് രാജ്യത്തിൻ്റെ വിജയമായിട്ടാണ് അത് ആഘോഷിച്ചിട്ടുള്ളതും ആ നിലയിലാണ് അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. അതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അതിനെ രാജ്യത്തിൻ്റെ വിജയമായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയും രാജ്യമെടുക്കുന്ന എന്ന് പറഞ്ഞാൽ ഭരണപക്ഷി മാത്രമല്ലല്ലോ രാജ്യം എന്ന് പറയുന്നത്. നമ്മൾ ഓരോ പൗരന്മാരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ജനപ്രതിനിധികളും അടങ്ങുന്ന എല്ലാ വിഭാഗങ്ങളും ചേരുന്നതാണ് രാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ രാജ്യമെടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അന്തസ്സും ആഢ്യത്വവും അഭിമാനവും ഐക്യബോധവും ദേശീയബോധവും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതിനൊരിക്കൽ പോലും കോൺഗ്രസ് വിഘാതമായി നിന്നിട്ടില്ല, ഒരു കാലത്തും നിൽക്കില്ല. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും വളരെ കൃത്യമായ നിലപാട് രാജ്യത്തിൻ്റെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായ പിന്തുണ ഇന്ത്യയുടെ ഗവൺമെന്റിന് നൽകിയിട്ടുണ്ട്, ഇന്ത്യയുടെ സൈനിക ശക്തികൾക്ക് നൽകിയിട്ടുണ്ട്. ആ സൈനിക സമൂഹം വളരെ ആർജവത്തോടുകൂടി രാജ്യത്തിൻ്റെ താല്പര്യം മുൻനിർത്തി യുദ്ധത്തിൻ്റെ മുന്നൊരുക്കങ്ങളിൽ പെടുന്ന ഒരു ട്രയൽ റൺ എന്നൊക്കെ പറയാവുന്ന ഒരു ഫൈറ്റാണ് നമുക്കിപ്പോൾ നടന്നിട്ടുള്ളത്. യുദ്ധം തുടങ്ങുന്നതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്, ഒരുപാട് നയതന്ത്ര ഇടപെടലുകളുണ്ട്, അതിനൊരുപാട് ഉടമ്പടികൾ, മറ്റ് ചർച്ചകൾ, സംവാദങ്ങൾ ഇതൊക്കെ ഉയർന്നു വരും. ഇതിപ്പോൾ യുദ്ധമെന്ന് നമ്മളങ്ങ് പറഞ്ഞു പോവുകയാണ്. യഥാർത്ഥത്തിൽ യുദ്ധമല്ലല്ലോ നടന്നിട്ടുള്ളത്. അപ്പം ആ യുദ്ധമല്ല നടന്നിട്ടുള്ളത്. അപ്പം ഇപ്പോൾ എടുത്തിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ നമ്മൾ വേണ്ടി വന്നാൽ തിരിച്ചടിക്കും, അതിനുള്ള മുന്നറിയിപ്പുകളാണ്. ആ മുന്നറിയിപ്പിൽ രാജ്യമെടുത്തിട്ടുള്ള എല്ലാ തീരുമാനങ്ങൾക്കും കോൺഗ്രസ് എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണയുണ്ട്. അതിന് ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ല. അതിനെ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ചർച്ച ചെയ്യുന്നതിനോട് പോലും എനിക്ക് യോജിപ്പില്ല. ആ നിലയിലല്ല. ഇവിടെ പ്രാഥമികമായി നടന്നിട്ടുള്ള പോരാട്ടങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എവിടം വരെ എത്തി എന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാജ്യത്തെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഭരണാധികാരികൾക്കുണ്ട്. അങ്ങനെയാണ് എല്ലാ കാലത്തും. നിങ്ങളൊന്ന് നോക്കൂ, ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പം ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കെയാണ് ബോംബെയിൽ നടന്നിട്ടുള്ള ആക്രമണം അറിയാമല്ലോ. ആ ആക്രമണം വലിയ വിവാദമായപ്പോൾ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി എടുത്ത സമീപനം എന്താ?
ഇവിടെ എങ്ങനെ നുഴഞ്ഞുകയറ്റക്കാർ വരുന്നു, അവർക്ക് എവിടെ നിന്ന് ആയുധം കിട്ടുന്നു, തീവ്രവാദികൾ എങ്ങനെ വിഹരിക്കുന്നു, ഇതിനൊക്കെ സമാധാനം പറയാനുള്ള ബാധ്യത ഇന്ത്യൻ പ്രധാനമന്ത്രിക്കാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിച്ചയാളാണ് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഇന്ന് മഞ്ജുഷ് ഗോപാലിന് അന്നത്തെ ഡോക്ടർ മൻമോഹൻ സിംഗ് മഴയത്ത് നിന്ന് ബോംബെയിൽ പോയി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത്, മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പൊതുസമൂഹം അറിയേണ്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ താങ്കൾ എന്നെ ഈ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും കൃത്യമായി ജനങ്ങൾക്ക് സംശയമുണ്ടാകാത്ത തരത്തിൽ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയായ അന്നത്തെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അടക്കം ഉയർത്തിയ ആക്ഷേപങ്ങളെ കേട്ടുകൊണ്ട് ബോംബെയിൽ വരാനും സംഭവസ്ഥലം സന്ദർശിക്കാനും അവിടെ നിന്ന് രാജ്യത്തെ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ബോധ്യപ്പെടുത്താനും ശ്രമിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന ഉദാഹരണം നിൽക്കുമ്പോൾ, അന്ന് ആ മൻമോഹൻ സിംഗിനെ വിമർശിച്ച ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇവിടുത്തെ പ്രശ്നം എന്താ? അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ പറയുന്നില്ല. ഇനി ഒഫീഷ്യലായി വിളിച്ച് പബ്ലിക് മീറ്റിംഗിൽ പ്രസംഗിക്കേണ്ടതല്ല ഈ കാര്യം എന്നാണ് അദ്ദേഹത്തിന്റെ പുതിയ നിലപാടെങ്കിൽ, പഴയ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ബോധ്യപ്പെടുത്തേണ്ടതിന് ചില യോഗങ്ങൾ നടന്നിരുന്നു ഈ രാജ്യത്ത്. അതിലേറ്റവും പ്രധാനമാണ് ആദ്യത്തെ ഓൾ പാർട്ടി മീറ്റിംഗ്. പഹൽഗാം സംഭവം ഉണ്ടായതിനു ശേഷം ഞെട്ടലോടെ നിന്ന ഒരു രാജ്യത്തെ നയിക്കാൻ, രാജ്യത്തിന് കോൺഫിഡൻസ് കൊടുക്കേണ്ടതിന് വേണ്ടി ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നടന്ന യോഗമാണ് ഓൾ പാർട്ടി മീറ്റിംഗ്. ആ ഓൾ പാർട്ടി മീറ്റിംഗിൽ പ്രധാനമന്ത്രി പങ്കെടുത്തോ? പ്രധാനമന്ത്രി പോയത് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലേക്കല്ലേ, ക്യാമ്പയിനിലേക്കല്ലേ, പൊതുസമ്മേളനങ്ങളിലേക്കല്ലേ പോയത്, രാഷ്ട്രീയ പ്രവർത്തനത്തിനല്ലേ പോയത്? എന്നാൽ ആ പഹൽഗാം സന്ദർശിച്ചോ? ആ ഓൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുത്തോ? ഇനി പോട്ടെ, അദ്ദേഹം മുൻ നിശ്ചയിച്ച പ്രകാരമാണ്, എനിക്കത് ഒഴിവാക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വ്യാഖ്യാനമെങ്കിൽ, ഇനി ആ മുൻ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ അന്ന് പങ്കെടുത്തില്ല എങ്കിൽ രണ്ടാമത് നടന്നിട്ടുള്ള ഓൾ പാർട്ടി മീറ്റിംഗിൽ എന്താണ് അദ്ദേഹം പങ്കെടുക്കാഞ്ഞത്? ആ ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവില്ലേ? ഇന്ത്യൻ പ്രധാനമന്ത്രി മുൻ കീഴ്വഴക്കങ്ങൾ എന്താ? ഇന്ദിരാഗാന്ധിയുടെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ, ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ അടക്കമുള്ള പ്രധാനമന്ത്രിമാരുടെ ഒരുപാട് നിലപാടുകൾ രാജ്യത്തിന് മുന്നിൽ നിൽക്കുകയാണ്, ഉദാഹരണങ്ങളായി നിൽക്കുകയാണ്. അന്ന് വിമർശിച്ച ആളുകൾ ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ രാജ്യത്തോട് പറയുന്നില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ ഐക്യബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ഒന്നു ചേരുമ്പോൾ, ഇതേ ഭരണാധികാരിയുടെ കീഴിൽ തന്നെ ഇതേ ഭരണാധികാരിയുടെ തീരുമാനങ്ങൾ അനുസരിച്ച് സൈന്യം നടത്തിയ ഈ പോരാട്ടത്തിൽ ഭാരതത്തിന് വിജയമുണ്ടായി, ഇന്ത്യക്ക് വിജയമുണ്ടായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അല്ലേ? കോൺഗ്രസിന് അക്കാര്യത്തിൽ സംശയമില്ലല്ലോ. ഒറ്റക്കെട്ടായി രാജ്യം നിൽക്കുകയും രാജ്യം വിജയം നേടുകയും ചെയ്തു പാകിസ്ഥാന് മേൽ എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അല്ല, അതിൽ സംശയമില്ലല്ലോ കോൺഗ്രസിന്. രാജ്യം വിജയം നേടി എന്നുള്ള കാര്യത്തിൽ ഇതേ ഭരണാധികാരിയുടെ കീഴിൽ സൈന്യം നടത്തിയ പോരാട്ടത്തിൽ രാജ്യം വിജയം നേടി എന്ന കാര്യത്തിൽ സംശയമില്ല. താങ്കൾ എത്ര ചോദ്യം ചോദിച്ചാലും ആ ചോദ്യത്തിലേക്ക് ഇപ്പോൾ ഞാൻ വരുന്നില്ല. താങ്കൾ എത്ര ചോദ്യം ചോദിച്ചാലും ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇപ്പോൾ അങ്ങോട്ട് വരുന്നില്ല. ഞാൻ പറഞ്ഞത് പൂർത്തിയായിട്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഒരു വട്ടമല്ല 2 വട്ടം ഇന്ത്യയിലെ ഭരണ സംവിധാനത്തെ, ഇന്ത്യയുടെ ഓൾ പാർട്ടി മീറ്റിംഗിനെ ബഹിഷ്കരിച്ചത് എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി? അതിൽ പങ്കെടുക്കാതിരുന്നത് എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി? എന്തുകൊണ്ട് അദ്ദേഹം ആ യോഗങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു? ആ ചോദ്യം സ്വാഭാവികമായും ഇന്ത്യയിലെ സർവ്വ രാഷ്ട്രീയ കക്ഷികൾക്കും ഇരിക്കുന്ന യോഗത്തിൽ വന്ന് രാജ്യത്തിന് നേതൃത്വം നൽകേണ്ട പ്രധാനമന്ത്രി അവിടെ എന്തുകൊണ്ട് പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യം ഉണ്ടാകുമ്പോൾ ആ ചോദ്യം കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നല്ല പറയേണ്ടത്. മാത്രമല്ല, മറ്റൊന്ന് 2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഇന്ത്യക്ക് വേണ്ടി അടരാടുന്ന സൈന്യത്തിന് നേതൃത്വം നൽകുന്നവരിൽ 3 പേര് പത്രസമ്മേളനം നടത്തിയിരുന്നു. അതിൽ സോഫിയ ഖുറൈശി. ആ ഖുറൈശിയെ ജാതി പറഞ്ഞ് രാജ്യത്തെ ഒരു മന്ത്രി ആക്ഷേപിക്കുമ്പോൾ, ഭീകരവാദിയുടെ സഹോദരിയായി ചിത്രീകരിക്കുമ്പോൾ ആ സൈന്യത്തിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന, അവരുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്ന കാര്യമല്ലേ? അല്ലേ? അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യൻ ഭരണകൂടം പ്രതികരിക്കണ്ടേ? സ്വന്തം പാർട്ടിയുടെ ആളുകൾ ഇത് പ്രസംഗിക്കുമ്പോൾ തിരുത്തിയോ? ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും ഇടപെടേണ്ടി വരുന്ന രാഷ്ട്രീയ സാഹചര്യം നിശബ്ദമാകുകയാണ് രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാജ്യത്തെ സൈനികരെ ജാതി വൽക്കരിച്ചുകൊണ്ട്, ജാതി തിരിച്ച് അവരുടെ പേരിനെയും സമുദായത്തെയും മതത്തെയും കൂട്ടുചേർത്ത് ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിമാർ പ്രതികരിക്കുമ്പോൾ നിലപാടെടുക്കാത്ത ഭരണകൂടമാണെങ്കിൽ ആ ഭരണകൂടത്തെ കോൺഗ്രസ് വിമർശിക്കും. ഇന്നല്ല, നാളെയല്ല, എക്കാലവും വിമർശിക്കും. ശരി. 1971 ഇന്ദിരാഗാന്ധിയെയും ഇപ്പോഴത്തെ മോദിയെയും താരതമ്യം ചെയ്തുകൊണ്ടും പറഞ്ഞിരുന്നു. അത് കോൺഗ്രസ് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വെടിനിർത്തൽ നടത്തിയതിനെ കുറിച്ചായിരുന്നു. ട്രംപിന്റെ കാര്യവും അതിൽ എടുത്തിടുകയും ചെയ്തു. ഇപ്പോൾ ട്രംപ് അക്കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ട്. ഇന്ത്യയോടും പാകിസ്ഥാനോടും ഒക്കെ സംസാരിച്ചു എന്ന് അന്ന് പറഞ്ഞ കാര്യത്തിൽ നിന്നൊക്കെ ട്രംപ് പിന്നോക്കം പോയി. പക്ഷേ കോൺഗ്രസിന്റെ ആ പ്രസ്താവന അവിടെ തന്നെ കിടക്കുകയാണ് കേട്ടോ. അല്ല, ട്രംപ് സംസാരിച്ചില്ലെന്ന് പറഞ്ഞു.
ട്രംപ് ഇതിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ട്രംപാണല്ലോ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇത് അവസാനിച്ചിരിക്കുന്നു, എല്ലാ പ്രശ്നങ്ങളും പ്രാഥമികമായി ചർച്ച ചെയ്ത് ഞാൻ എന്റെ നേതൃത്വത്തിൽ പരിഹരിച്ചു എന്ന് പറഞ്ഞ അദ്ദേഹമല്ലേ. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി കൂടി പറഞ്ഞതല്ലോ. കോൺഗ്രസ് ട്രംപിനെയാണല്ലോ കൂടുതലും വിശ്വസിക്കുന്നത്. പറയുന്നത് വഴി നിൽക്കുന്ന ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അല്ല. ഒരു സെക്കൻഡ് നിങ്ങൾ ചോദിച്ചല്ലോ, ചോദിച്ചതിന് മറുപടി പറയട്ടെ. ഏതെങ്കിലും വഴിയിൽ നിൽക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ അല്ലെങ്കിൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ശാഖയിലെ കാര്യപ്രമുഖോ അല്ല പറഞ്ഞത്, അമേരിക്കൻ പ്രസിഡന്റാണ് പറഞ്ഞത്. ഒരു വട്ടമല്ല, പലവട്ടം. ഇപ്പോഴും അദ്ദേഹം നിങ്ങളതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുക. വിദേശമന്ത്രി പറഞ്ഞു ഒരു മൂന്നാം കക്ഷിയും ഇടപെട്ടിട്ടില്ല എന്ന്. ഇന്ത്യൻ പ്രധാനമന്ത്രി എപ്പോൾ പറഞ്ഞു മഞ്ജുഷേ? എവിടെ ഒരു മൂന്നാം കക്ഷിയുടെയും ആവശ്യമില്ല എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി രാജ്യത്തെ പറഞ്ഞ കാര്യമാണ്. അത് പറഞ്ഞ കാര്യം അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി പറയേണ്ടത് രാജ്യത്തെ ഏതെങ്കിലും ഉദ്യോഗസ്ഥനാണോ? അമേരിക്കൻ പ്രസിഡന്റിന് മറുപടി പറയേണ്ടത് ഏതെങ്കിലും രാജ്യത്തെ ഉദ്യോഗസ്ഥനാണോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഏത് നിലയിലാണ് ഇത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? ഒരു പാകിസ്ഥാനിലെ DGMO ഇന്ത്യൻ DGMOയെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട എന്ന് യാചിച്ച് അപേക്ഷിച്ച് പാകിസ്ഥാൻ DGMO ഇന്ത്യൻ DGMOയെ വിളിച്ച് യാചന നടത്തിയതിനു ശേഷമാണ് അവിടെ വെടിനിർത്തൽ ഉണ്ടായത്. അത് സമ്മതിക്കാൻ കോൺഗ്രസിന് എന്താണ് ബുദ്ധിമുട്ട്? അത് സമ്മതിക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ളത്? അതിനൊന്നും എനിക്ക് മറുപടിയില്ല. ഞാൻ അതിലൊന്നും തർക്കം പറയുന്നില്ല. അദ്ദേഹം താണ് വീണ് അപേക്ഷിച്ചതോ കരഞ്ഞതോ കാല് പിടിച്ചതോ അപേക്ഷിച്ചിട്ടുണ്ടോ ഇതിനൊന്നും ഞങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഇല്ലെന്നേ. അത് ശരിയാണെങ്കിലും അല്ലെങ്കിലും ഇനി ശരിയാണെന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ കൈയടിച്ച് സ്വാഗതം ചെയ്യുന്നു. അതിനൊന്നും ഞങ്ങൾക്ക് ഡിസ്പ്യൂട്ട് ഇല്ല. ഞങ്ങൾക്ക് എവിടെയാ ഡിസ്പ്യൂട്ട്? ഞങ്ങളുടെ ഡിസ്പ്യൂട്ട് ഓൾ പാർട്ടി മീറ്റിംഗ് 2 പ്രാവശ്യം നടത്തിയപ്പോൾ അതിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. ഒന്നാമത്തെ ഡിസ്പ്യൂട്ട് സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ആദ്യത്തെ ഓൾ പാർട്ടി മീറ്റിംഗിൽ പങ്കെടുത്ത ആഭ്യന്തര വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് ആ യോഗത്തെ ബോധ്യപ്പെടുത്തിയത്. ഇന്റലിജൻസിനും സുരക്ഷയ്ക്കും വീഴ്ച ഉണ്ടായെന്ന് കോൺഗ്രസ് അല്ല പറഞ്ഞത്. രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗമായ അന്വേഷണ ഏജൻസികളുടെ ഭാഗമായ ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരാണ് പറഞ്ഞത്. അത് ഞങ്ങൾ എങ്ങനെയാ ഞങ്ങളുടെ തലയിൽ വെച്ച് കെട്ടുന്നത്? അതൊന്നും ഞങ്ങൾ അന്ന് ചർച്ച ചെയ്തില്ലല്ലോ. അന്ന് ഒരു യുദ്ധത്തിലേക്ക് പോകാൻ പോകുന്നു എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അതൊന്നും പൊളിറ്റിക്കലി ഞങ്ങൾ പറയാൻ ശ്രമിച്ചില്ലല്ലോ. ഓൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞത് സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാണ്, ഞങ്ങളല്ല. സുരക്ഷാ വീഴ്ച ഉണ്ടായി, ഇന്റലിജൻസിന് വീഴ്ച പറ്റിയെന്ന് പറഞ്ഞത് ഞങ്ങളല്ല. ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമാണ് പൊതുയോഗത്തെ ബോധ്യപ്പെടുത്തിയത്. മനസ്സിലായില്ലേ? അതൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ തലയിലോട്ട് വെച്ച് കെട്ടണ്ട. കോൺഗ്രസ് പാർട്ടിക്ക് അതിലൊന്നും യാതൊരു ഉത്തരവാദിത്വമില്ല. ആ സമയത്തൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നു. ഇപ്പോൾ എന്തുകൊണ്ടാ പറയുന്നത്? ഇപ്പോൾ ഒരു മൂന്നാം കക്ഷി ഇതിൽ ഇടപെട്ടു എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഓൾ പാർട്ടി മീറ്റിംഗിൽ പ്രധാനമന്ത്രി പങ്കെടുക്കാതിരിക്കുമ്പോഴും സൈന്യത്തിന് നേതൃത്വം നൽകിയ മേധാവികളെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ മന്ത്രിമാർ ജാതി മതം നോക്കി അവരെ ആക്ഷേപിക്കുകയും സൈനികരെ മൊത്തം അവഹേളിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസ് റിയാക്ട് ചെയ്യും. കോൺഗ്രസ് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള ക്ലാരിഫിക്കേഷനാണ് ശ്രീ അനിൽ ബോസ് ഇവിടെ നൽകിയത്. അതിൽ ചില കോൺഗ്രസ് നേതാക്കൾ എതിർപ്പൊക്കെ പറയുന്നുണ്ട്, തരൂരിനെ പോലെയുള്ളവരൊക്കെ. പക്ഷേ അത് കോൺഗ്രസ് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ശ്രീ പണിക്കർ, താങ്കളുടെ മറുപടി. ശ്രദ്ധിച്ചോന്നറിയില്ല. അല്ല, എനിക്ക് അദ്ദേഹം പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ. മഞ്ജുഷ ചോദ്യം അല്ല, അതിനുള്ള മറുപടിയാണ് അൽബോസ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമാക്കിയല്ലോ, അതിനുള്ള മറുപടി. നോക്കൂ, ഇതില് അദ്ദേഹം ശ്രീ അനിൽ ബോസ് സംസാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിൽ വാസ്തവ വിരുദ്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രി ഓൾ പാർട്ടി മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നതിന് പകരം തെരഞ്ഞെടുപ്പ് റാലിക്ക് എന്തോ പോയി എന്നാണ് പറഞ്ഞത്. അത് ശരിയല്ല. കാരണം അദ്ദേഹം പോയത് ബീഹാറിൽ നാഷണൽ പഞ്ചായത്തി രാജ് ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക ചടങ്ങാണ്, അതല്ലാതെ BJP സ്പോൺസർ ആയിട്ടുള്ള ഒരു പരിപാടി അല്ല എന്നുള്ളത് അദ്ദേഹം ആദ്യം മനസ്സിലാക്കണം. ഒന്നാമത്തെ കാര്യം. ആയിക്കോട്ടെ, പൊളിറ്റിക്കൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പോയത്. അല്ല, ഞാൻ മറുപടി പറയുന്ന സമയത്ത് അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ? ശ്രീജിത്ത് ബ്രദർലി അഫെക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഇല്ലില്ല, അങ്ങയോട് ഒരു നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേര് ചോദിക്കുകയാണ്. ഡിബേറ്റിൽ താങ്കളെ ഞാൻ മുന്നോട്ടുള്ള സമയത്ത് ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാൻ ചോദിക്കുന്നത്, വിദേശ രാജ്യത്തുനിന്ന് മടങ്ങി വന്ന പ്രധാനമന്ത്രി പോകേണ്ടത് ഓൾ പാർട്ടി മീറ്റിംഗിലും പഹൽഗാം സംഘത്തിന്റെ അന്തരീക്ഷത്തിൽ അതിനാണോ പോകേണ്ടത്? സർക്കാരിന്റെ ഏതെങ്കിലും പ്രാദേശികമായി തീരുമാനിച്ചിരിക്കുന്ന പരിപാടിക്ക് അല്ലെങ്കിൽ രാജ്യത്ത് തീരുമാനിച്ചിരിക്കുന്ന പദ്ധതി ഉദ്ഘാടനത്തിലാണോ പോകേണ്ടത്? അതൊന്ന് ക്ലാരിറ്റി വരുത്തി പോയാൽ കൊള്ളായിരുന്നു. അല്ല, അതിന് യാതൊരു വിധത്തിലുള്ള കുഴപ്പമില്ല. കാരണം ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനം എടുത്തതിന് ശേഷം ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുന്നത്
ഡിഫൻസ് മിനിസ്ട്രിയാണ്, പ്രധാനമന്ത്രി അല്ല. അതാണ് താങ്കൾക്ക് പറ്റിപ്പോയ രണ്ടാമത്തെ അബദ്ധം. അതായത് നമുക്കറിയാമല്ലോ, നമ്മൾ രാജ്യത്തുള്ള ആൾക്കാരുടെ പൊസിഷൻ നമ്മൾ പറയുമല്ലോ. പൊസിഷൻ പറയുന്ന സമയത്ത് ഒന്നാമത് പ്രധാനമന്ത്രി, രണ്ടാമത് പറയുന്ന ആരെയാണ്? ഡിഫൻസ് മന്ത്രിയെ അല്ല നമ്മൾ പറയുന്നത്, ഹോം മിനിസ്റ്ററെയാണ്. ഹോം മിനിസ്റ്റർ ആരാണ്? അമിത്ഷായാണ്. നമ്മൾ പിന്നീട് പറയുന്ന സമയത്താണ് ആഭ്യന്തരമന്ത്രിയെ പറ്റി പറയുന്നത്, വിദേശകാര്യമന്ത്രിയെ പറ്റി പറയുന്നത്, ധനമന്ത്രിയെ പറ്റി പറയുന്നത്. ഇതാണ് ആ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 5 പോർട്ട്ഫോളിയോ എന്ന് താങ്കൾക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി ഇല്ല എങ്കിൽ അവിടെ രണ്ടാമതുണ്ടായിരുന്ന അമിത്ഷാ ആയിരിക്കണം ആ യോഗം ചെയർ ചെയ്യേണ്ടത്. പക്ഷെ അമിത്ഷാ അല്ല ചെയർ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിരിക്കുന്നതും അത് നടത്തിയിരിക്കുന്നതും മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ആണ്. അതുകൊണ്ട് ആ മീറ്റിംഗ് ചെയർ ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണ്, രാജ്നാഥ് സിംഗ് ആണ്. അതിൽ പങ്കെടുത്തിരിക്കുന്ന ഗവൺമെന്റ് ലൈനിലെ നമ്പർ 2 ആയിട്ടുള്ള അമിത്ഷാ ഒരംഗമായിട്ടാണ് അതിൽ പങ്കെടുത്തിരിക്കുന്നത്, അതല്ലാതെ ചെയർ ചെയ്തിരിക്കുന്നത് അദ്ദേഹമല്ല. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി വിളിച്ചിരിക്കുന്ന ഓൾ പാർട്ടി മീറ്റിംഗ് അല്ല. ആ സമയത്ത് അദ്ദേഹത്തിന്റെ നാഷണൽ പഞ്ചായത്ത് രാജ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് മാറ്റിവെക്കേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് സർക്കാരിന് തോന്നിയിരുന്നില്ല. ഗവൺമെന്റിന്റെ ഒരു പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് തന്നെ മാറ്റിവെച്ചുമില്ല. ആഭ്യന്തരമായിട്ടുള്ള എല്ലാ പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തു. അത് അവിടെ മാത്രമല്ല, താങ്കൾക്കറിയാം നമ്മുടെ നാട്ടിൽ ഈ പെഹൽഗാം സംഭവം നടന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇവിടെ വിഴിഞ്ഞത്ത് തിരുവനന്തപുരത്ത് വന്ന് അദ്ദേഹം പരിപാടിയിൽ പങ്കെടുത്തിട്ട് പോയതാണ്. ആഭ്യന്തരമായിട്ടുള്ള ഒരു പരിപാടിയും ഗവൺമെന്റ് ക്യാൻസൽ ചെയ്തില്ല. ആകെ ക്യാൻസൽ ചെയ്തിരുന്നത് പ്രധാനമന്ത്രിയുടെ യൂറോപ്യൻ സന്ദർശനം മാത്രമാണ്. അതായത് അദ്ദേഹം എല്ലാ സമയത്തും ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരൊറ്റ ധാരണ മാത്രമാണ് കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നത്. അതല്ലാതെ ഒരു പാനിക് സിറ്റുവേഷൻ ആയിരുന്നില്ല ആ സമയത്ത്. അത്രത്തോളം കൺട്രോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അതുകൊണ്ട് പ്രധാനമന്ത്രി അതിൽ പങ്കെടുത്തില്ല എന്ന് പറയുന്നതിൽ ഒന്നും തന്നെ ഒരു അർത്ഥവുമില്ല. കാരണം അത് മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്, അത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് PMO അല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. 2, താങ്കൾ എത്ര ആവർത്തിച്ച് പറഞ്ഞാലും ഈ നാഷണൽ പഞ്ചായത്തി രാജ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റിന്റെ പരിപാടിയാണ്. അതല്ലാതെ അത് ഒരിക്കലും ഒരു നമ്മൾ പറയുന്ന പോലെ ഒരു പാർട്ടിയുടെ പരിപാടി അല്ല എന്നുള്ളതാണ് പ്രധാനം. പിന്നെ അദ്ദേഹം പറഞ്ഞത്, നോക്കൂ, ശാഖയിൽ പോയിരിക്കുന്ന ആൾക്കാരല്ല പ്രതികരിക്കേണ്ടത്. ശാഖയിൽ പോയാലും ഇല്ലെങ്കിലും ഓരോരോ പൊസിഷനുകളിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അവരാണ് പ്രതികരിച്ചത്. ഇപ്പൊ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന പ്രതികരണം പോലും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി S ജയശങ്കറിൻ്റെതാണ്. അദ്ദേഹം പറയുന്നത് ഒരു മീഡിയേഷനും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല എന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബൈലാറ്ററൽ ടോക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അതിൽ ഒരു മീഡിയേഷനും ഒരാളെയും നമ്മുടെ രാജ്യം തീരുമാനിച്ചിട്ടില്ല, തീരുമാനിക്കുകയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അത് റീഐറ്ററേറ്റ് ചെയ്യുന്നതാണ് ഗവൺമെന്റിന്റെ പൊസിഷൻ. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ സീസ് ഫയർ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റി നമ്മളോട് ആദ്യം പറയുന്നത് വിക്രം മിശ്രയാണ്. അപ്പോൾ അദ്ദേഹം വളരെ കൃത്യമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്, എങ്ങനെയാണ് അത് ഓർക്കസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാന് DGMOയിൽ നിന്നാണ് കോള് വന്നിരിക്കുന്നത്. നമ്മുടെ DGMO തലത്തിൽ തന്നെയാണ് അത് റെക്ടിഫൈ ചെയ്തിരിക്കുന്നത്. സൈന്യമാണ് തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ്. അത് ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ അക്കാര്യത്തിൽ ഉണ്ട്. കാരണം 2021 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തൊട്ടുമുമ്പ് വെടിനിർത്തൽ കരാറിലേക്ക് പോയിരുന്ന സമയത്തും DGMO തലത്തിൽ തന്നെയാണ് അത് പരിഹരിക്കപ്പെട്ടത്. അങ്ങനെ എന്തെങ്കിലും സംഘർഷമുണ്ടെങ്കിൽ, ഇതൊരു യുദ്ധമല്ല, ഒരു സംഘർഷമുണ്ടെങ്കിൽ ആ സംഘർഷം പരിഹരിക്കേണ്ടുന്നത് ഇങ്ങനെയുള്ള DGMO തലത്തിലാണ് എന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തലവന്മാർ തമ്മിൽ സെക്യൂർ ഹോട്ട്ലൈൻ ഉള്ളതുപോലെ തന്നെ DGMO ടു DGMO സെക്യൂർ ഹോട്ട്ലൈൻ ഉണ്ട്. ആ ഹോട്ട്ലൈനിൽ അവർ ബന്ധപ്പെട്ടു, അവർ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു, നമ്മൾ അവരുടെ പ്രൊപ്പോസൽ അംഗീകരിച്ചു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോൺഗ്രസ് കൊണ്ടുവന്നിരിക്കുന്ന 2 കാര്യം, അത് വെറും ചെസ് തമ്പിങ് മാത്രമാണ്. ഒന്ന്, 1971 ഞങ്ങളുടെ ഇന്ദിരാഗാന്ധി അങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് തരത്തിലുള്ള വ്യത്യാസമാണ് ഇന്ത്യയുടെ പൊസിഷനിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് വിവരിക്കാനായിട്ട് ശ്രീ അനിൽ ബോസ് അടക്കം ഒരു കോൺഗ്രസ്സുകാരനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായി ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന പത്രസമ്മേളനം മുതൽ ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തുന്നതിന് ദിവസം രാവിലെ നടത്തിയിരുന്ന പത്രസമ്മേളനം വരെയും ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നായിട്ടും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്പോക്സ് പേഴ്സൺസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിരുന്നത്, നമ്മൾ ഇതിനെ എസ്കലേറ്റ് ചെയ്തില്ല, പാകിസ്ഥാൻ പീസിന് വേണ്ടി വരികയാണെങ്കിൽ നമ്മൾ അതിന് സമ്മതിക്കും എന്നാണ്. അപ്പോൾ മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ഡൊണാൾഡ് ട്രംപ് ഉണ്ടായാലും ഇല്ലെങ്കിലും എന്ത് തരത്തിലുള്ള മാറ്റമാണ് ഇവരുടെ ഇടപെടലോടുകൂടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇന്ത്യ നോക്കൂ, ഞങ്ങൾ ഇതിനെ എസ്കലേറ്റ് ചെയ്യുകയാണ്, ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് പോവുകയാണ് എന്ന് പറയുകയും ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ല എന്ന് പറയുകയും, അപ്പോൾ ഡൊണാൾഡ് ട്രംപ് എൻ്റർ ചെയ്തതിനു ശേഷം നമ്മളെ ട്രേഡ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിടിച്ചു മടക്കി കൊപ്പിയിലാക്കിയതിനു ശേഷം നമ്മൾ നമ്മുടെ പൊസിഷൻ ഡൈല്യൂട്ട് ചെയ്യുകയായിരുന്നുവെങ്കിൽ ഞാൻ ശ്രീ അനിൽ ബോസിനൊപ്പമാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഒന്നാമത്തെ ദിവസം മുതൽ അന്ന് പീസ് ബ്രോക്കർ വരുന്ന സമയം, അല്ലെങ്കിൽ സീസ് ഫയർ വരുന്ന ദിവസം രാവിലെ നടത്തിയിരിക്കുന്ന പത്രസമ്മേളനത്തിലടക്കം ഓരോ തവണയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടേത് നോൺ എസ്കലേറ്ററി ആണ്, നമ്മൾ യുദ്ധത്തിലേക്ക് പോകില്ല, പാകിസ്ഥാൻ അംഗീകരിക്കുമെങ്കിൽ നമ്മൾ സമാധാനത്തിലേക്ക് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഇന്ത്യയുടെ പൊസിഷൻ സാക്രിഫൈസ് ചെയ്യപ്പെട്ടത്?
എവിടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടതുകൊണ്ട് മാത്രം നമ്മളുടെ ഒരു തീരുമാനം മാറ്റിയിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ശ്രീ അനിൽ ബോസ് പോലും പറഞ്ഞിട്ടില്ല. അല്ല, DGMO തലത്തിലാണ് ചർച്ച നടന്നത് എന്നുള്ള കാര്യം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോഴും പറഞ്ഞതാണ്. ട്രംപിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളത് ശരിയാണ്. ബാക്കി എങ്ങനെയാണ് ഈ വെടിനിർത്തലിലേക്ക് വന്നത്? പാകിസ്ഥാൻ ഇങ്ങോട്ട് അപേക്ഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പ്രധാനമന്ത്രി രാജ്യത്തോട് പറഞ്ഞതാണ്. മഞ്ജുഷ് അത് പല തലത്തിൽ പറഞ്ഞു. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിക്രം മിശ്രയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. അദ്ദേഹം നമ്മുടെ വിദേശകാര്യ സെക്രട്ടറിയാണ്. ഒന്ന്. രണ്ടാമത്, തൊട്ടടുത്ത ദിവസം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ DGMO തന്നെയാണ്. അതായത് അദ്ദേഹം ഇതിലെ ഫസ്റ്റ് പാർട്ടിയാണ്. അദ്ദേഹത്തിനാണ് ഈ കോൾ വരുന്നത്. അദ്ദേഹം പറഞ്ഞു ഈ സമയത്തിന്റെ ടൈം ലൈനും കാര്യങ്ങളും രാവിലെ വിളിച്ചിട്ട് അന്വേഷിക്കുന്നു, പിന്നെ ഉച്ചയ്ക്ക് 3:35 വിളിക്കുന്നു, സംസാരിക്കുന്നു, 5 മണി മുതൽ എന്ന് തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സൈന്യത്തിന്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. മൂന്നാമത് ഈ കാര്യം കൺഫേം ചെയ്തിരിക്കുന്നത് നമ്മുടെ വിദേശകാര്യ വക്താവാണ്, രൺധീർ ജയ്സ്വാളാണ്. അദ്ദേഹവും ഇതേ ടൈം ലൈൻ പറയുന്നു, നരേന്ദ്രമോദി പറയുന്നു. എന്ന് വെച്ചാൽ പിന്നെ ഇപ്പോൾ എസ് ജയശങ്കർ പറയുന്നു. എന്ന് വെച്ചാൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാർ, ഭരണ നേതൃത്വത്തിലുള്ള ആൾക്കാർ, ഉദ്യോഗസ്ഥരിലെ ടോപ്പ് ബ്രാസിലുള്ള ആൾക്കാർ, സൈന്യത്തിന്റെ ആൾക്കാർ, ഇവരെല്ലാവരും പറഞ്ഞതിന് ശേഷവും കോൺഗ്രസ് ഇപ്പോഴും പിടിച്ചിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയാണ്. ട്രംപ് കഴിഞ്ഞ ദിവസം ഖത്തറിൽ പോയപ്പോൾ പറഞ്ഞിരുന്നത് എന്താണ്? അതുവരെ ട്രംപ് പറഞ്ഞിരുന്നത് ഐ മീഡിയേറ്റഡ് ദിസ്, ഞാനാണിത് ഈ യുദ്ധം അവസാനിപ്പിച്ചത്. 4 വർഷം വരെ പോകാമായിരുന്ന, ന്യൂക്ലിയർ വാറിലേക്ക് പോകാമായിരുന്ന യുദ്ധത്തിനെ ഞാൻ അവസാനിപ്പിച്ചു, ഐ ഡിഡ് ഇറ്റ് എന്നാണ്. ഇന്നലെ ഖത്തറിൽ വെച്ച് പറഞ്ഞത് കോൺഗ്രസ്സുകാർ കേട്ടില്ലേ? ബാക്കി എല്ലാം കോൺഗ്രസ്സുകാർ കേട്ടു. ഖത്തറിൽ വെച്ചിട്ട് ഇന്നലെ പറഞ്ഞത് എന്താണ്? ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഐ ഡിഡ് ഇറ്റ്. അത് ഞാൻ ചോദിച്ചപ്പോൾ അൽബോസ് പറഞ്ഞത് ട്രംപ് തിരുത്തിയിട്ടില്ലല്ലോ എന്നാണ്. ട്രംപ് തിരുത്തി. ട്രംപ് തിരുത്തിയിട്ട് പറഞ്ഞു ഞാൻ ഇത് ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, ഞാൻ ഹെൽപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ് ഒരു മധ്യസ്ഥൻ ഉണ്ടാവുക? മധ്യസ്ഥൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ശ്രീ അനിൽ ബോസിന് വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. അങ്ങിപ്പോ പറഞ്ഞതാണ് അങ്ങ് ഇടപെടില്ല എന്ന്. അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടില്ല എന്ന് പറഞ്ഞതാണ്. അങ്ങ് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടില്ല, മുന്നോട്ട് സംസാരിക്കുമ്പോൾ ഇല്ല കഴിഞ്ഞില്ല. ഞാൻ പറയുകയാണ്. ഞാൻ മഞ്ജുഷിനോട് ചോദിക്കാൻ വന്നതാണ്. നിങ്ങൾ നിർത്തിയില്ലെങ്കിൽ ശരി, ഞാൻ നിർത്തിയിട്ടില്ല, ഞാനത് പറയാം. അതായത് ഒരു പീസ് ബ്രോക്കറിംഗ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് ഒരു കോൺഗ്രസ്സുകാരന് പറഞ്ഞു മനസ്സിലാക്കേണ്ടുന്ന കാര്യം എനിക്ക് വലിയ അതിശയമായിട്ടാണ് തോന്നുക. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ ഒരു മിഡിൽമാനെ കൊണ്ടുവന്ന് യുദ്ധം അവസാനിപ്പിച്ചിട്ടുണ്ട്. 1971 പറ്റി നമ്മൾ പറയുന്ന സമയത്ത് ശ്രീ അനിൽ ബോസ് ഓർക്കേണ്ടത് 1965 കുറിച്ചാണ്. 65 ഇന്ത്യയുടെ കോൺഗ്രസിന്റെ ലാൽ ബഹാദൂർ ശാസ്ത്രി പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഒരു യുദ്ധമുണ്ടായി. ആ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് UN ഇടപെട്ടു, പിന്നീട് സോവിയറ്റ് യൂണിയൻ ഇടപെട്ടു. അതിലെ മിഡിൽമാൻ എന്ന് പറയുന്നത് സോവിയറ്റ് യൂണിയൻ ആണ്. അലക്സി കസിഗിൻ എന്ന് പറയുന്ന സോവിയറ്റ് യൂണിയന്റെ പ്രീമിയർ ആണ് അതിൽ ഈ കണ്ടീഷൻസ് രണ്ട് രാജ്യത്തിനോടും ചർച്ച ചെയ്യുന്നത്. ചർച്ച ചെയ്തതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒപ്പിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടാൾക്കാരെയും വിളിക്കുന്നത് താഷ്കെൻഡിലേക്കാണ്, സോവിയറ്റ് യൂണിയന്റെ നിയന്ത്രണത്തിലുള്ള താഷ്കെൻഡിലേക്കാണ്. അവിടെ പോയിട്ടാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയും എനിക്കൊന്ന് അയൂബ് ഖാനാണെന്ന് തോന്നുന്നു അവരൊക്കെ തന്നെ ഇതിൽ ഒപ്പിടുകയും കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു വരുന്നത്. അതാണ് മധ്യസ്ഥൻ. അതായത് മധ്യസ്ഥൻ വരുന്നത് ഒരു തർക്കത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ടാൾക്കാരും കൂടി ചേർന്ന് ഒരാളിനെ അപ്പോയിന്റ് ചെയ്യുകയും അയാൾ വന്ന് ഈ രണ്ടാൾക്കാരോടും മറ്റേയാൾ നിങ്ങൾ ഇത്ര ചെയ്തു കഴിഞ്ഞാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണ്, അതാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞ് കോമൺ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നതിനാണ് മധ്യസ്ഥൻ എന്ന് പറയുക. മറ്റുള്ള ഒരാൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയോ ഒരാളിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് മധ്യസ്ഥതയല്ല. ഇപ്പൊ ഉദാഹരണത്തിന് എസ് ജയശങ്കർ, കോൺഗ്രസിന്റെ ശശി തരൂർ തന്നെ ആ കാര്യം പറയുന്നുണ്ടല്ലോ. ജയശങ്കറിന്റെ ട്വീറ്റ് നോക്കൂ എന്നാണ് ശശി തരൂർ പറയുന്നത്. ഓരോ ദിവസവും അമേരിക്ക, ബ്രിട്ടൻ, പിന്നെ നോർവേ, GCC രാജ്യങ്ങൾ, OICയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കൂടുതലായിട്ടുള്ള പിന്നെ മുസ്ലിം രാജ്യങ്ങൾ, പിന്നെ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയൻ, ഇവരിൽ ആരോടൊക്കെയാണ് ഓരോ ദിവസവും സംസാരിച്ചതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് എന്നും ഔദ്യോഗികമായിട്ട് ഒന്നും ഒളിച്ചു വെക്കാനില്ലാതെ വിദേശകാര്യമന്ത്രി അന്ന് മുതൽ ഡെയിലി പറയുന്നുണ്ട്. ഒന്നിലധികം തവണ ഒരു ദിവസം പറയുന്നുണ്ട്. അപ്പൊ അമേരിക്കയോടോ നോർവേയോടോ ഒരു ദിവസത്തിൽ 2 തവണ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അതും അദ്ദേഹം പറയുന്നുണ്ട്. അതിൽ ഓരോന്നിലും അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ പൊസിഷൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ദിസ് വിൽ ബി നോൺ എസ്കലേറ്ററി, ഞങ്ങൾ യുദ്ധത്തിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല എന്ന്. അങ്ങനെ നമ്മൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഈ രാജ്യങ്ങൾ ഉൾപ്പെടെ യുക്രൈനും റഷ്യയും ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും നമ്മളോട് പറഞ്ഞിരുന്നത് എന്താണ്? ഇസ്രായേൽ അടക്കം പറഞ്ഞിരുന്നത് എന്താണ്? നിങ്ങൾ രണ്ടുപേരും സമാധാനത്തിലേക്ക് പോകൂ എന്ന്. അങ്ങനെ അമേരിക്കയും പറഞ്ഞിട്ടുണ്ടാവും, അതാരും തർക്കിക്കുന്നില്ല. ശശി തരൂർ പോലും പറഞ്ഞത് എന്താണ്? ഞങ്ങളും അങ്ങനെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടാകും, മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ടാകും, JD വാൻസ് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അതിന്റെ പേരിൽ ഒരാൾ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടില്ല. റഷ്യ പറഞ്ഞു ഞങ്ങളാണ് പീസ് ബ്രോക്കർ ചെയ്തെന്ന്. പക്ഷെ റഷ്യ ഈ 2 രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചത് എന്താണ്?
ചൈനയോട് ഇന്ത്യ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലേ? ചൈന ഈ രണ്ട് രാജ്യങ്ങളോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്, ബംഗ്ലാദേശ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ്. എല്ലാ രാജ്യങ്ങളും ഈ രണ്ട് രാജ്യങ്ങളോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇത് എസ്കലേറ്റ് ചെയ്യാൻ പോകരുത്, നിങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നാണ്. ആ ഒരു തീരുമാനം നിശ്ചയമായിട്ടും അത് ഉണ്ടാകുമ്പോൾ മറ്റാരും അറിയിച്ചിട്ടില്ലെങ്കിലും പാകിസ്ഥാൻ ഉറപ്പായിട്ടും അമേരിക്കയെ അറിയിക്കും. ആ ഇൻഫർമേഷൻ കിട്ടുകയും നമ്മുടെ ഭാഗത്തു നിന്ന് ഈ ഡിക്ലറേഷൻ ഉണ്ടാവുകയും ചെയ്യും എന്നറിഞ്ഞപ്പോൾ ശശി തരൂർ വ്യക്തമായി പറഞ്ഞതുപോലെ അതിന്റെ ക്രെഡിറ്റ് അടിക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞു എന്നുള്ളത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതിനർത്ഥം അദ്ദേഹത്തിനെ ആര് അപ്പോയിന്റ് ചെയ്തു എന്നാണ്. ഒരു മിഡിൽമാനെ വെക്കുന്നതിന് വേണ്ടിയിട്ടൊരു ധാരണയില്ലേ? ഒരു തർക്കം മധ്യസ്ഥതയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിഡിൽമാനെ വെക്കുന്നതിന് ഒരു രീതിയൊക്കെ ഇല്ലേ? അങ്ങനെയുള്ള ഒരു രീതി ഇവിടെ ഇല്ലല്ലോ. ഈ രണ്ടാൾക്കാരും അത് പറയുന്നില്ലല്ലോ. ഇന്ത്യ ഒരു സമയത്ത് പോലും ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? മറിച്ചത് പറയുന്നത് ആരാ? പാകിസ്ഥാനാണ്. എല്ലായ്പ്പോഴും പാകിസ്ഥാനാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. എന്തുകൊണ്ടാണ്? കാരണം പാകിസ്ഥാന്റെ പൊസിഷൻ അവിടെ കോംപ്രമൈസ് ആവാതിരിക്കാൻ വേണ്ടി അവരാണ് ഒരുപക്ഷെ ഈ രീതിയിലത്തേക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇന്ത്യ അല്ല. അത് ഇത്രയും തവണ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ശാഖയിലുള്ള ആളല്ല. വിദേശകാര്യ വക്താവ് ആരാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വിദേശകാര്യ വക്താവിന്റെ ചുമതലകളുണ്ട്, രൺധീർ ജയ്സ്വാളിന്റെ ചുമതലകളുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് പൊസിഷൻ ഒരാളെങ്കിലും മിസ്റെപ്രസെന്റ് ചെയ്യുകയോ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുകയോ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തേണ്ടത് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവാണ്. ശാഖയിൽ പോയതുകൊണ്ടല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ റോളാണ്. അപ്പൊ അതൊരു ഹൈക്കമാൻഡ് കൾച്ചർ അല്ല. എല്ലാത്തിനും ഒരാൾ മാത്രം പ്രതികരിക്കണം എന്നുള്ള ഹൈക്കമാൻഡ് കൾച്ചർ അല്ല, മറിച്ച് ഇവിടെ ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള ജോലി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് അവർ പെരുമാറുന്നത്. ശരിയാണ് അനിൽ ബോസ്. അവിടെയും നിങ്ങൾ ഇപ്പോഴും ട്രംപ് പറയുന്നത് എന്താണ് എന്ന് നോക്കിയിരിക്കുകയാണ്. അവസാനം ട്രംപ് നിങ്ങളെ ചതിച്ചു ഇന്നലെ. എന്നോടാണോ? അതെ, അനിൽ പറഞ്ഞോളൂ. അപ്പൊ മഞ്ജുഷ കേട്ടോ, അദ്ദേഹം പറഞ്ഞല്ലോ മൂന്നാം കക്ഷി 1965 ഇടപെട്ടെന്ന്. അന്ന് ഇടപെടാമായിരുന്നു, മനസ്സിലായില്ല? അന്ന് ഷിംല കരാർ ഉണ്ടായിരുന്നില്ല, മനസ്സിലായി? 1972 ശേഷമാണ് ഇവിടെ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ, ഈ രാജ്യം അനുവദിക്കാത്ത കരാറുകളിലേക്ക് നമ്മൾ പോകുന്നത്, ഷിംല കരാറിലേക്ക് പോകുന്നത്. അത് പ്രാബല്യത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് മൂന്നാം കക്ഷിയുടെ ഇടപെടലുകളെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നത്, മനസ്സിലായില്ലേ? ഒരു രാജ്യം കരാറ് വാല്യുബിൾ ആയി നിൽക്കുമ്പോൾ ആ കരാറിന് വിരുദ്ധമായി മഞ്ജുഷ ഒരു സെക്കൻഡ് ഞാൻ പറയട്ടെ. മഞ്ജുഷ് പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ഇവിടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി എന്നോണം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് തന്നെ ഞാൻ ആവർത്തിക്കുന്നു. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്നു, അദ്ദേഹം ബോധപൂർവം പറയാതെ പോയല്ലോ. പല കാര്യങ്ങളും അദ്ദേഹം പറയാൻ ശ്രമിച്ചപ്പോൾ ബോംബെ സംഭവവുമായി ബന്ധപ്പെട്ട അന്നത്തെ ഗവൺമെന്റിനെതിരെ, ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരെ വ്യാപകമായി അത് പ്രധാനമന്ത്രിയുടെ കഴിവുകേടാണ്, ഇവിടെ ആയുധം എങ്ങനെ വരുന്നു, തീവ്രവാദികൾ എങ്ങനെ നുഴഞ്ഞു കയറുന്നു, ഇവർക്ക് എവിടെ നിന്ന് പണം കിട്ടുന്നു എന്ന് പ്രസംഗിച്ച നേതാവിന്റെ പേര് നരേന്ദ്രമോദി എന്നാണ്. അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു, അദ്ദേഹം മറുപടി പറഞ്ഞില്ലല്ലോ. ഡോക്ടർ മൻമോഹൻ സിംഗ് ബോംബെയിലെത്തി ജനങ്ങളോടും പൊതുസമൂഹത്തോടും വളരെ കൃത്യമായി മാധ്യമങ്ങളോടടക്കം ലോകം അറിയുന്നതിന് വേണ്ടി നയപരമായി, നയതന്ത്രപരമായി ആ യുദ്ധ സമാനമായ സാഹചര്യത്തിൽ, തീവ്രവാദി ആക്രമണ സാഹചര്യത്തിൽ സ്വീകരിച്ച നടപടികളെ ബോധ്യപ്പെടുത്തുന്നതിന് ഒരു പ്രധാനമന്ത്രി തയ്യാറായി. ആ പ്രധാനമന്ത്രിയെ അവഹേളിച്ച ആളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇന്നിരിക്കുന്നത്. ഞങ്ങൾ ആരും ഇന്ത്യൻ പ്രധാനമന്ത്രി അവഹേളിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു സർക്കാർ തീരുമാനിച്ച പരിപാടികൾക്കെല്ലാം പോയി. സർക്കാർ തീരുമാനിച്ച പരിപാടികൾക്ക് പോകുന്നതിന് ഞങ്ങൾ ആരും എതിരല്ലല്ലോ. ഞങ്ങൾ ആരെങ്കിലും എതിരാണോ? പോകുന്ന ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 26 പേർ മരിച്ചത് ഒരു ചെറിയ സംഭവമായിട്ട് ശ്രീജിത്ത് പണിക്കർക്ക് തോന്നാം. 26 പേരെ അറുംകൊല ചെയ്തത് രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിലേക്ക് കടന്നു കയറി തീവ്രവാദികൾ കൊന്നതിനെ ചെറുതായി കാണുന്ന ഒരാളല്ല ഞാൻ. ഈ രാജ്യത്തെ ഒരു പൗരനും അങ്ങനെ കാണാൻ കഴിയില്ല. അദ്ദേഹം ഇവിടെ അതിനെ നിസ്സാരവൽക്കരിച്ചാണ് സംസാരിച്ചത്, മനസ്സിലായില്ലേ? അദ്ദേഹം ആ 26 മരണങ്ങളെ, 26 കൊലപാതകങ്ങളെ, തീവ്രവാദി ആക്രമണങ്ങളെ അദ്ദേഹം വളരെ നിസ്സാരവൽക്കരിച്ചാണ് ഈ ചർച്ചയിൽ സംസാരിച്ചത്. അവിടെ ആരോട് നിസ്സാരവൽക്കരിച്ചിട്ടില്ല, ആരും നിസ്സാരവൽക്കരിക്കുകയുമില്ല. അതിന് എണ്ണി പകരം ചോദിച്ചിട്ടുമുണ്ട്. 9 ക്യാമ്പുകളാണ് തകർത്തത് അതിന് പകരമായിട്ട്. അതുകൊണ്ടാണല്ലോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത്. പ്രതിരോധ മന്ത്രിയുടെ ഡ്യൂട്ടി എന്താണ്, ആഭ്യന്തരമന്ത്രിയുടെ ഡ്യൂട്ടി എന്താണ്, വിദേശ വക്താവിന്റെ ഡ്യൂട്ടി എന്താണ് എന്നൊന്നും ശ്രീജിത്ത് പണിക്കരുടെ ചീട്ട് വേണ്ട. എനിക്കത് പഠിക്കാൻ, എനിക്കത് അറിയാൻ.
വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, രാജ്യത്തിന്റെ അകത്ത് ഭീകരർ നുഴഞ്ഞു കയറി നമ്മുടെ ആളുകളെ കൊല ചെയ്തതിനു ശേഷം രാജ്യം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, നിരവധി കുടുംബങ്ങൾ അനാഥമാക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു സന്ദർഭത്തിൽ അതിനു വേണ്ടി ഒരു നിമിഷം നീക്കിവെക്കാൻ ഗവൺമെന്റിന്റെ ഒരു പരിപാടി അന്നത്തെ സാഹചര്യത്തിൽ മാറ്റിവെച്ചാൽ ഭൂലോകം പിടിച്ചു വീഴുമോ? എല്ലാ പരിപാടികളും അതാത് ദിവസം നിശ്ചയിച്ചുറപ്പിച്ച് നടക്കുന്ന രീതിയുണ്ടോ നമ്മുടെ രാജ്യത്ത്? അടിയന്തര സാഹചര്യങ്ങളിൽ എത്രയോ പ്രോഗ്രാമുകൾ നമ്മൾ മാറ്റിവെക്കാറുണ്ട്. എത്രയോ പ്രോഗ്രാമുകൾ സർക്കാരിന്റെ ഏത് പരിപാടിയും ആകട്ടെ, കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് ആളുകൾക്ക് വിതരണം ചെയ്യുന്ന പരിപാടി ആയിക്കോട്ടെ, ഇന്ത്യയിലെ 26 സഹോദരങ്ങളെ ഭീകരവാദികൾ കടന്നു കയറി കൊല ചെയ്യുമ്പോൾ അവിടെ പോയി അവരെ ആശ്വസിപ്പിക്കാൻ, അതിന് പിന്നെ പ്രതിവിധി കാണാൻ, പ്രതിരോധം തീർക്കാൻ ഒരു രാജ്യത്തിന് നേതൃത്വം നൽകേണ്ടയാൾ ഒരു പരിപാടി, സർക്കാർ പരിപാടി മാറ്റിവെച്ചാൽ എന്ത് നിസ്സാരവൽക്കരിച്ചാ പറഞ്ഞത്? അദ്ദേഹത്തിന് പോകാം, എവിടെ വേണമെങ്കിലും പരിപാടിക്ക് പോകാം, അതൊക്കെ വേറെ ആളുകൾ ചെയ്തോളും. ഈ കാഴ്ചപ്പാട് എന്തുകൊണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്നില്ല? അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു, അനിൽ ബോസ് അല്ല, ശാഖയിലെ ആളല്ല, ലോക്കൽ കമ്മിറ്റി അല്ല, മണ്ഡലം കമ്മിറ്റി അല്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആൾ ഇന്നലകളിൽ എടുത്ത നിലപാട് ഈ രാജ്യം ചോദ്യം ചെയ്യുമെന്നേ. ശരി, ഇപ്പോൾ ഒരു കൺഫർമേഷൻ, കഴിഞ്ഞ മണിക്കൂറിൽ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്, ഔദ്യോഗികമായിട്ട് ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭീകരതയ്ക്കെതിരെ ഇന്ത്യ ലോക രാജ്യങ്ങളെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പോവുകയാണ്. അങ്ങനെ ധരിപ്പിക്കാൻ പോകുന്ന സംഘത്തെ നയിക്കാൻ പോകുന്നത് ശശി തരൂർ MP ആണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശശി തരൂർ MP അക്കാര്യം അദ്ദേഹം അത് സമ്മതിച്ചിട്ടുമുണ്ട്. അദ്ദേഹമായിരിക്കും ഈ സംഘത്തെ നയിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. മിക്കവാറും അമേരിക്ക സന്ദർശിക്കുന്ന സംഘത്തിലായിരിക്കും ശശി തരൂർ MP ഉണ്ടായിരിക്കുക. ശ്രീ MS വേണുഗോപാൽ, ഇപ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തെ എങ്ങനെ കാണുന്നു? അതോടൊപ്പം തന്നെ തരൂർ ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരിനൊപ്പമാണല്ലോ. അദ്ദേഹം ഒരു ഉപാധിയും മുന്നോട്ട് വെക്കുന്നില്ല ഇക്കാര്യത്തിൽ. അത് കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ? ശശി തരൂർ പറഞ്ഞ കാര്യം എന്താണെന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അദ്ദേഹം പറഞ്ഞത് I am with the people of India and under the flag of India and along with the nation. ഇതാണ് പറഞ്ഞത് അദ്ദേഹം. ഞാനിവിടുത്തെ സെൻറ്റൻസിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ആശയം ഇത്രയേ ഉള്ളൂ, ഞാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, ഈ രാജ്യത്തെ ഫ്ലാഗിന് കീഴിൽ നിൽക്കുന്നു, ഈ ദേശത്തിനൊപ്പം നിൽക്കുന്നു. ഇതാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ആരായാലും ഇത്തരം ഒരു സിറ്റുവേഷനിൽ എടുക്കേണ്ട പ്രധാന നടപടി. ഞാൻ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു പറഞ്ഞാൽ അതിൻ്റെ ഒരുപാട് അർത്ഥമുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഈ സന്ദർഭത്തിൽ ഈ സർക്കാരിനൊപ്പം നിന്ന് നമ്മുടെ ശത്രുവിനെ നേരിടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാക്കിയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഫ്ലാഗിൻ്റെ കീഴിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ഈ പൂർണ്ണമായും ഈ ദേശസ്നേഹി എന്നുള്ള നിലയ്ക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ കോൺഗ്രസിനപ്പോൾ ദേശസ്നേഹമില്ലെന്നാണോ? അല്ല, അത് അദ്ദേഹം പിന്നെ കോൺഗ്രസ് വിമർശിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ക്ലിയർ. അദ്ദേഹത്തിനോട് പത്രക്കാർ ചോദിക്കുകയാണ്, താങ്കൾ എന്ത് നിലപാടാണ് എടുത്തത്? അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, കോൺഗ്രസ് താങ്കളെ വിമർശിക്കുന്നുണ്ടല്ലോ, അതിനെന്ത് നിലപാടാണ് താങ്കൾക്കുള്ളതെന്ന് ചോദിച്ചാൽ പറഞ്ഞത്, ഞാൻ ഇതാണ് ചെയ്തത്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ കോൺഗ്രസിനൊപ്പം തന്നെയാണ്, കോൺഗ്രസ് എടുത്ത തീരുമാനം തന്നെയാണ് ഞാനും നടപ്പിലാക്കുന്നത്, ഈ സർക്കാരിനെ ഈ സന്ദർഭത്തിൽ അനുകൂലിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ, അതിന് ഞാൻ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു, ഈ കൊടിക്ക് കീഴിൽ നിൽക്കുന്നു, ഈ രാജ്യത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് നയിക്കാൻ അദ്ദേഹം അർഹനാണോ എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങളല്ല അദ്ദേഹം അർഹനാണ്. ഒന്ന്, അദ്ദേഹം വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇത്രയും നാൾ നടത്തി വന്നിരുന്ന പ്രവർത്തനം ശ്ലാഘനീയമായതുകൊണ്ട് അദ്ദേഹം ഇത് നയിക്കാൻ യോഗ്യനാണ്. രണ്ടാമത്തെ പ്രധാന കാരണം, വിശ്വപൗരൻ എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് 25 വർഷം UN പ്രവർത്തിക്കുകയും അണ്ടർ സെക്രട്ടറി ജനറലായിട്ട് അവിടുന്ന് റിട്ടയർ ചെയ്ത് പോരുകയും UN സെക്രട്ടറി ജനറലിൻ്റെ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനൊരു പ്രൈമറി മത്സരത്തിൻ്റെ കോപ്പ് കൂട്ടാനുള്ള അവസരം കിട്ടുകയും ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തീർച്ചയായിട്ടും ഈ ഡെലിഗേഷനെ നയിക്കാൻ 100% യോഗ്യനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരുപക്ഷെ നമ്മുടെ ഒഫീഷ്യൽ സ്പോക്സ്മാൻ പറയുന്നതിനേക്കാൾ ക്ലിയറായിട്ടാണ്, വളരെ ഓതൻറ്റിസിറ്റിയോട് കൂടിയാണ്, വളരെ രാജ്യസ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം ലോകത്തിന് മുമ്പ്. പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസിന്റെ നിലപാടിന് വിരുദ്ധമാണ്. കോൺഗ്രസ് ശരിയാണ്, കോൺഗ്രസ് രാജ്യത്തോടൊപ്പമാണ് ഈ വിഷയത്തിൽ. പക്ഷേ കോൺഗ്രസിന് കുറേയേറെ ചോദ്യങ്ങൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടുണ്ട്. അതാണല്ലോ ശ്രീ അനിൽ ബോസ് പറയുന്നത്. തുടക്കം മുതൽ തന്നെ അങ്ങനെയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മുതൽ ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയത്തിന് ശേഷവും. പക്ഷെ തരൂരിന് ആ ചോദ്യങ്ങളില്ല. തരൂരിന് ആ ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ പാടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു പാർലമെന്റ് കൂടണം എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നു. പക്ഷേ പാർലമെന്റ് കൂടണം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് എല്ലാ ചോദ്യങ്ങളും ഇപ്പം തെരുവിൽ നിന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പാർലമെന്റ് കൂടുമ്പോൾ അത് വിശദീകരിക്കുമല്ലോ. ആ വിധത്തിൽ പിന്നെ അതിന് മുമ്പായിട്ട് സർവകക്ഷി യോഗം നടന്നില്ലേ, അവിടെ എക്സ്പ്ലനേഷൻ ഉണ്ടായില്ലേ?
അന്ന് ഇവർക്ക് വേണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാമായിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ വന്ന് മീറ്റിംഗ് നടത്തണം എന്ന് ശഠിക്കുന്നത് അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കളുമായിട്ട് സംസാരിക്കണോ അതോ നമ്മുടെ പ്രതിപക്ഷമായിട്ട് സംസാരിക്കണോ? ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് നമ്മുടെ പ്രധാനമന്ത്രിക്ക് ലോകരാഷ്ട്രങ്ങളുമായി സംസാരിക്കാനും ഇതിലൊരു അഭിപ്രായം സ്വരൂപിക്കാനും ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുപോവുകയല്ല വേണ്ടത്. അപ്പോൾ ഇവിടെ അത് മാത്രമല്ല, ഇത് വളരെ പ്രൊഫഷണലായിട്ടാണ് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ആര് സംസാരിക്കണം എന്നുള്ളത് ഈ പ്രധാനമന്ത്രി അല്ലല്ലോ നമ്മുടെ ജനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം അവസാനമായിട്ട് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം സംസാരിച്ചത്. അതിന് മുമ്പ് വരെ സംസാരിച്ചത് നമ്മുടെ 3 സേനാ വിഭാഗങ്ങളുടെയും ഡെസിഗ്നേറ്റഡ് ആൾക്കാർ മാത്രമാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ വിദേശകാര്യ സെക്രട്ടറിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ വിക്രം മിശ്രയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ഇതെല്ലാം വളരെ പ്രൊഫഷണലായിട്ടാണ് കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിച്ചിരുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് നമ്മൾ ആധുനിക ലോകത്തെ ഒരു സിസ്റ്റം ഫംഗ്ഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണോ ആ രീതിയിലാണ് ഫംഗ്ഷൻ ചെയ്തിട്ടുള്ളത് ഇന്ത്യ. ഇന്നലകളിൽ ചിലപ്പം പ്രധാനമന്ത്രി പറഞ്ഞു കാണും, ആഭ്യന്തരമന്ത്രി പറഞ്ഞു കാണും, പ്രതിരോധ മന്ത്രി പറഞ്ഞു കാണും. പക്ഷേ അതിനേക്കാൾ ഓഥൻറ്റിക് ആയിട്ടുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിന് ഈ സന്ദർഭത്തിൽ ഒരു പക്ഷപാതമില്ലാതെ രാഷ്ട്രീയ സങ്കുചിതത്വമില്ലാതെ പറയാൻ പറ്റിയ ഇന്ത്യയുടെ ഒഫീഷ്യൽ ടീമിനെയാണ് അവിടെ പ്രൊഫഷണലായിട്ട് ഇത് ചർച്ച ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്. അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് ആർക്കും ചൂണ്ടിക്കാട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷത്തിൻ്റെ റോള് പ്രതിപക്ഷം എടുത്തോ എന്ന് സ്വയം ആലോചിക്കേണ്ടതാണ്. കാരണം പാകിസ്ഥാൻ പലപ്പോഴും നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞ ആ നാവാണ് അവരുടെ നാവായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മുടെ രാജ്യം ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഞാൻ പറയുന്നത് എതിരാളി ഉപയോഗിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് രാജ്യദ്രോഹമായിരിക്കും എന്നുള്ളതിന് സംശയമില്ല. തരൂരിനെ ഇപ്പോൾ ഈ സംഘത്തിന്റെ തലവനായിട്ട് നിയമിക്കുമ്പോൾ അതിനൊരു സന്ദേശം കൂടിയുണ്ട്. ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശം നൽകാം. അത് മറ്റൊരു രാഷ്ട്രീയം BJP കളിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ അത് വലിയൊരു സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ സർക്കാരിൻ്റെ ഒരു വലിയ മഹാമനസ്കതയായിട്ടാണ് കാണേണ്ടത്. ഈ സമയത്ത് പ്രതിപക്ഷത്തിൻ്റെ ആളായി വന്നിരിക്കുന്ന നമ്മുടെ വിദേശകാര്യ പാർലമെൻ്ററി കമ്മിറ്റിയുടെ ചെയർമാൻ ആ ഡെലിഗേഷനെ നയിക്കുന്നു എന്ന് പറയുന്നത് പണ്ട് ജവഹർലാൽ നെഹ്റു നമ്മുടെ വാജ്പേയിയെ UN-ലേക്ക് അയച്ചതുപോലെയുള്ള ഒരു മഹത്തായ ഒരു നടപടിയാണ് അതുണ്ടായിരിക്കുന്നത്. ആ നടപടി തികച്ചും ശ്ലാഘനീയമാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇത്രയും നാൾ വിദേശ രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട് നിന്നതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി അറിയാം ഇപ്പോൾ നമ്മുടെ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർ എങ്ങനെ സംസാരിക്കുന്നു, ഏതാണ്ട് അതേ തലത്തിൽ സംസാരിക്കാനും ചിന്തിക്കാനും അദ്ദേഹത്തിന് രാഷ്ട്രത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം സങ്കുചിതത്വം കാണിച്ചില്ലെങ്കിൽ, അദ്ദേഹം അത്തരത്തിലൊരു സങ്കുചിതത്വം, കക്ഷി രാഷ്ട്രീയ സങ്കുചിതത്വം ഇന്നുവരെ കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഡെലിഗേഷൻ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഗുണകരമാവും. അത് മറ്റ് പല രാഷ്ട്രങ്ങൾക്കുമുള്ളൊരു മെസ്സേജ് കൂടിയായിരിക്കും. ശ്രീ അനിൽ ബോസ്, അവിടെ മറ്റൊരു കാര്യം, ഇവിടെ ശ്രീ MS വേണുഗോപാൽ ചൂണ്ടിക്കാണിച്ച കാര്യം നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പലപ്പോഴും ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണല്ലോ മുഖ്യ പ്രതിപക്ഷം, അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്ന ഓരോ കാര്യവും, കേന്ദ്രത്തിനെതിരെ പറയുന്ന ഓരോ കാര്യവും പാകിസ്ഥാൻ അവിടെ ഉപയോഗപ്പെടുത്തിയിരുന്നു. എന്തിന് കേരളത്തിലെ കോൺഗ്രസിന്റെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിൽ വന്ന സന്ദേശം പോലും, കർണാടക മുഖ്യമന്ത്രിയുടെ സന്ദേശം പോലും, ഇതെല്ലാം അവിടെ ഉപയോഗപ്പെടുത്തി, പാകിസ്ഥാൻ അത് ഉപയോഗപ്പെടുത്തി. അപ്പോൾ നിങ്ങൾ അതിൽ പാകിസ്ഥാനെ നാവായി പ്രവർത്തിക്കുകയായിരുന്നു. ഇപ്പോൾ തരൂരിനെ ഈ ഡെലിഗേഷന്റെ തലവനായിട്ട് നിയമിക്കുമ്പോൾ പാകിസ്ഥാന്റെ ഭീകരത ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുവാൻ ഇന്ത്യ നടത്തുന്ന ശ്രമങ്ങളുടെ ആ സംഘത്തിന്റെ തലവനായിട്ട് തരൂരിനെ നിയമിക്കുമ്പോൾ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണെന്ന സന്ദേശം കൂടി നൽകുന്നുണ്ട്. രാഷ്ട്രം ഒറ്റക്കെട്ടാണ്. ശ്രീ അനിൽ ബോസ്, അല്ലെ ഈ രാഷ്ട്രം ഒറ്റക്കെട്ടല്ലെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ ഇന്ന് 3 പേരുകൂടി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്താണ്ട് പാകിസ്ഥാന്റെ ആൾ ഇവിടെ വന്നിരിക്കുന്ന രീതിയിലാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. ഇത്രയും നേരം നടന്നുകൊണ്ടിരിക്കുന്നതും ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും വെച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ നിങ്ങൾ അങ്ങനെ സംശയത്തിന്റെ മുൾമുനയിലേക്ക് ആരോപിക്കാൻ കഴിയുക? മിസ്റ്റർ വേണുഗോപാൽ പറഞ്ഞു വെച്ചാലും കടന്ന കൈയായിപ്പോയി. പ്രതിപക്ഷം എവിടെയാണ് ദേശവിരുദ്ധ സമീപനം സ്വീകരിച്ചത്? ഏത് സന്ദർഭത്തിലാണ് ദേശവിരുദ്ധ സമീപനം സ്വീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ രണ്ടിനും രണ്ടായിട്ട് കാണണം. പഹൽഗാം സംഭവം ഉണ്ടായതിനു ശേഷം ആ നിമിഷം മുതൽ ഇതുവരെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ പാർട്ടികളും അവിടെ നടന്നത് പ്രതിപക്ഷമായിട്ടുള്ള യോഗമല്ല. ഇവിടെ വേണുഗോപാൽ പറയാം പ്രതിപക്ഷത്തിന്റെ യോഗം. എന്ത് പ്രതിപക്ഷത്തിന്റെ യോഗം? മര്യാദയില്ലാതെ വർത്തമാനം പറയുന്നത് ശരിയാണോ? ഇന്ത്യയിലെ എല്ലാ പാർട്ടികളുടെയും യോഗം, അത് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ അല്ല, ഭരണപക്ഷത്തിന്റെയും കൂടെ യോഗം. മനസ്സിലായില്ലേ? അതാണ് ഞാൻ ആ യോഗമാണ് അവിടെ നടക്കുന്നത്. സംസാരിച്ചിട്ട് ഞാൻ പറയാം.
ചുമ്മാ ചർച്ച അല്ല, അങ്ങ് സംസാരിച്ചിട്ട് ഞാൻ പറയാം. അതിന് മറുപടി ഞാൻ പറയാം. ഞാൻ പറയാത്ത കാര്യം പറയുന്നത്. നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ സംസാരിക്കുമ്പോ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഇന്ത്യയിലെ പ്രതിപക്ഷം രാജ്യവിരുദ്ധമായി പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഈ ചർച്ചയെ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞത്. മര്യാദയോട് പറഞ്ഞാൽ അതിനെ എനിക്ക് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അത് ഞാൻ പറയാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ പറയട്ടെ ഇന്ത്യയിലെ പ്രതിപക്ഷമോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവോ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടിയോ ഇന്ത്യയിലെ സൈന്യത്തെ ഇകഴ്ത്തിയിട്ടില്ല. ഇന്ത്യ ഗവൺമെന്റിനെ ഇകഴ്ത്തിയിട്ടില്ല. പാകിസ്ഥാനെതിരായി എടുക്കുന്ന ഒരു തീരുമാനങ്ങളിലും ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല. ഞങ്ങൾ വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾ വിമർശിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾ ആരും അതിന് മറുപടി പറഞ്ഞില്ലല്ലോ. ഇന്ത്യയിലെ സൈന്യത്തിന് നേതൃത്വം നൽകുന്ന സോഫിയ ഖുറൈഷിയുടെ ജാതി പറഞ്ഞ് ഒരു മന്ത്രി ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ ഞങ്ങൾ വിമർശിക്കും. അതെങ്ങനെയാ രാജ്യദ്രോഹമാകുന്നത്? അതെങ്ങനെയാ ദേശവിരുദ്ധമാകുന്നത്? ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇടപെടേണ്ടി വന്നിരിക്കുന്ന ഒരു മന്ത്രി അത് തിരുത്തണം, മാപ്പ് പറയണമെന്ന് പറയാൻ അവിടെ നാവ് ഉരിയാടാതെ ഇരിക്കുന്ന ആളുകളെ ഞങ്ങൾ വിമർശിക്കും. അതെങ്ങനെയാണ് ദേശവിരുദ്ധമാകുന്നത്? ഇന്നൊരു മുഖ്യമന്ത്രി പറയുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കാൽച്ചോട്ടിൽ പോയി സൈന്യം കിടന്നോണം എന്നൊരു സംസ്ഥാനത്തെ ഉപമുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതിനെ ഞങ്ങൾ ചലഞ്ച് ചെയ്യും. അതെങ്ങനെയാണ് ദേശവിരുദ്ധമാണെന്ന് ആരും പറഞ്ഞില്ല. അതൊക്കെ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിലൊന്നും കോൺഗ്രസിനെ ആരും വിമർശിച്ചിട്ടില്ല. അതിലൊന്നും കോൺഗ്രസിനെ ആരും ഇവിടെ വിമർശിച്ചിട്ടില്ല. ശ്രീ അൻബോസ്, വിമർശിച്ച കാര്യങ്ങൾക്കുള്ള മറുപടി താങ്കൾ പറയുന്നില്ല, എന്നിട്ട് വിമർശിക്കാത്ത കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനൊന്നും കോൺഗ്രസിനെ ആരും വിമർശിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ മൂന്നുപേരും അങ്ങനെ പറഞ്ഞു പോലെ നിങ്ങൾ മൂന്നുപേരും ഈ ചർച്ചയിൽ കോൺഗ്രസിനെ അപകീർത്തിപ്പെടുത്താനും പ്രതിപക്ഷത്തെ അവമാനിക്കാനും ശ്രമിച്ചപ്പോൾ ഒരു വാക്ക് സൈനികരെ ആക്ഷേപിച്ചവർക്കെതിരെ നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾ മൂന്നുപേരിൽ ആരെങ്കിലും മിണ്ടിയോ? ചുമ്മാ ചർച്ച നടത്തി പോകരുത് കേട്ടോ. പൊട്ടന്മാർ വല്ലവരും കാണും വേറെ വന്നിരുന്നു തരാൻ. എന്നെ കിട്ടത്തില്ല അതിന്. താങ്കൾ കോൺഗ്രസ് ഈ വിഷയം എടുത്തിട്ടപ്പോൾ ആരാണ് കോൺഗ്രസിനെ ഇക്കാര്യത്തിൽ വിമർശിച്ചത്? താങ്കൾ അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നില്ല. അങ്ങോട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഒന്നിനും മറുപടി പറയുന്നില്ല. ഈ തരൂരിനെ ഈ ഡെലിഗേഷന്റെ ഹെഡായിട്ട് നിയമിച്ചതിന് താങ്കൾ അതിനെ താങ്കൾ അംഗീകരിക്കുന്നുണ്ടോ, അനുമോദിക്കുന്നുണ്ടോ? ഞങ്ങൾ അഭിനന്ദിക്കുന്നത് അത് ഞാൻ പറഞ്ഞത് താങ്കൾ കേൾക്കാതെ പോയതാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങൾ പാർലമെന്റിലേക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ ജയിപ്പിച്ച നേതാവാണ് ശശി തരൂർ. BJPയോ CPMോ അല്ല ജയിപ്പിച്ചത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. ഞങ്ങളുടെ നേതാവാണ് ശശി തരൂർ. അതിനെന്താ തർക്കം? ഞങ്ങൾ വിദേശകാര്യ സഹമന്ത്രിയാക്കിയ ആളാണെന്ന്. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകനല്ലാന്നപ്പോ അയാൾക്ക് സീറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് കന്നി അംഗത്തിൽ ജയിച്ചു വന്നപ്പോൾ തന്നെ വേറെ ആരെയും മന്ത്രിയാക്കണ്ട എന്ന് തീരുമാനിച്ച പാർട്ടിയുടെ തീരുമാനം തിരുത്തി വിദേശകാര്യ മന്ത്രിയാക്കിയത് ഞങ്ങളാന്നേ. അഴകുള്ളവനെ കാണുമ്പോ അപ്പ എന്ന് വിളിക്കുന്ന പണി കാണിക്കരുത്. അഴകുള്ളവനെ കാണുമ്പോ അപ്പ എന്ന് വിളിക്കുന്ന പണി കാണിക്കരുത്. ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പാർലമെന്റ് അംഗമാണ്. ഞങ്ങളുടെ ഇന്ത്യ രാജ്യത്തിന്റെ മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന രാജ്യത്തെ നേതാവാണ്. ഐക്യരാഷ്ട്രസഭയിൽ മത്സരിച്ച് തരൂര് വേറെ പാർട്ടിയിലൊന്നും പ്രവർത്തിച്ചിട്ടില്ല. കോൺഗ്രസ് ഉയർത്തിക്കൊണ്ട് വന്നത് തന്നെയാണ്. അതിനൊന്നും സംശയമില്ല, ആർക്കും തർക്കമില്ല. പിന്നെ നിങ്ങൾ എന്താ അഴകുള്ളവനെ കാണുമ്പോ ഞാൻ അത് തന്നെയാ പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവിന്റെ അഴക് കാണുമ്പോൾ അപ്പ എന്ന് വിളിക്കാൻ ഒരുത്തനും പോരണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം, മുൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി, ഞങ്ങൾ പലവട്ടം ജയിപ്പിച്ച പാർലമെന്റ് അംഗം, അദ്ദേഹത്തിന്റെ കഴിവിനെ, മെറിറ്റിനെ ഞങ്ങൾ മാനിക്കുന്നുണ്ടാണ് ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത്, ഞങ്ങൾ മന്ത്രിയാക്കിയത്, ഞങ്ങൾ കോൺഗ്രസിന്റെ നേതാവാക്കി വെച്ചിരിക്കുന്നത് കൊള്ളാവുന്നവനായതുകൊണ്ടാണ്. അതിന് മനസ്സിലായില്ലേ? കൊള്ളാവുന്നവനായതുകൊണ്ടാണ്. ഞങ്ങൾ രാജ്യത്തിനെതിരല്ല, രാജ്യമെടുക്കുന്ന തീരുമാനങ്ങൾക്കെതിരല്ല. പക്ഷേ പിന്നെ നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഈ ചർച്ചയിൽ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താ? പാർട്ടിയുടെ ആളാണ് എന്ന നിലയിലല്ലേ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത്? നിങ്ങൾ കോൺഗ്രസ് രാജ്യവിരുദ്ധരാണെന്ന് സ്ഥാപിക്കാനല്ലേ നിങ്ങൾ ശ്രമിച്ചത്? അങ്ങനെയാണോ? ഈ രാജ്യം ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യം സൃഷ്ടിക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യത്തിന് അതിർവരമ്പുകൾ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യത്തിന് ഭരണഘടന ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ, 19 വർഷം ഈ രാജ്യം ഭരിക്കാൻ അറിയാമെങ്കിൽ, ഈ രാജ്യം സൃഷ്ടിച്ച കോൺഗ്രസിന്റെ വേദനയൊന്നും ഞങ്ങളെ ഒന്നും പഠിപ്പിക്കാൻ വേണ്ട. ഒരുത്തനും ഇന്ത്യയുടെ ദേശീയ
ദേശീയബോധം പഠിപ്പിക്കാൻ ഈ രാജ്യം സൃഷ്ടിച്ച പാർട്ടിയെ ദേശീയബോധം പഠിപ്പിക്കാൻ ഒരുത്തനും പോകണ്ട. അഭിമുഖമല്ല. എന്റെ പൊന്ന അനിൽ ബോസ്, പാകിസ്ഥാനിലെ നേതാക്കന്മാരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ എന്ന ഹാൻഡിലിൽ വന്ന സന്ദേശങ്ങൾ അത് അതേപടി പാകിസ്ഥാനിലെ നേതാക്കന്മാർ, മുൻ മന്ത്രിമാർ വരെ എടുത്ത് ട്വീറ്റ് ചെയ്തത് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഇവിടെ സർക്കാരിന്റെ ഈ നിരോധനം കാണാൻ പറ്റും. ഇപ്പോൾ കാണാൻ പറ്റില്ല, കാരണം സർക്കാർ നിരോധിച്ചിരിക്കുകയാണ് പാകിസ്ഥാന്റെ ഹാൻഡിലുകൾ. അതുകൊണ്ട് ദേശസ്നേഹികളുടെയാണ് സംസാരിക്കട്ടെ. നിങ്ങൾ വർത്തമാനം പറയരുത്. ഉദാഹരണം പറഞ്ഞു, ദേശസ്നേഹികളുടെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എന്റെ സമയത്ത് ഞാൻ വിട്ടു. കോൺഗ്രസ് പാർട്ടിയെ എല്ലാ കോൺഗ്രസ് നേതാക്കളും പഠിപ്പിക്കാൻ വരേണ്ട എന്നൊക്കെ പ്രവൃത്തിയിലും കാണിക്കണം. ശരി ശ്രീത്ത്, അത് തന്നെയാണ് പറയുന്നത്. കോൺഗ്രസിനെ അത് പറയാൻ പറ്റൂ. രാജ്യത്തെ ഒറ്റുകൊടുത്താൽ അത് മനസ്സിലാവില്ല. രാജ്യത്തെ ഒറ്റുകൊടുത്ത സംഘപരിവാറുകാരന് രാജ്യബോധം എന്തെന്ന് മനസ്സിലാവില്ല. ചോദ്യം എന്നോടാണ്. നിരന്തരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ആരോടാണ് ചോദ്യം എന്ന് നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഇനി മറുപടി പറയട്ടെ. നോക്കൂ, അദ്ദേഹം ഈ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചതിനെ കുറിച്ച് നമ്മുടെ ചർച്ചയിലെ സഹപാനലിസ്റ്റ് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷത്തിനെ വിളിച്ചു എന്ന് മാത്രം കരുതണ്ട, എല്ലാവരും ഉണ്ടായിരുന്നു, ഭരണപക്ഷത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ എനിക്ക് വലിയ അതിശയം തോന്നിയത് അതേ അനിൽ ബോസ് തന്നെ അടുത്ത ശ്വാസത്തിൽ പറയുന്നത് ഈ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ കോൺഗ്രസിന് ഇതൊക്കെ അറിയാമെന്നാണ്. ഭരണഘടന ഉണ്ടാക്കിയത് കോൺഗ്രസ് ഒറ്റയ്ക്ക്? കോൺഗ്രസിന്റെ മാത്രമായിട്ടുള്ള സംഭാവനയാണോ ഭരണഘടന? വേറെ ആരും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ എന്തൊക്കെ വിട്ടിത്തുമായി പറയുന്നത്? അപ്പൊ ഓൾ പാർട്ടി മീറ്റിംഗ് വരുന്ന സമയത്ത് എല്ലാവരും ഒരു ബിജെപിക്കാരന്റെ പങ്കാളിത്തമില്ലല്ലോ, ഒരു ബിജെപിക്കാരനല്ലോ ചേട്ടാ. അന്ന് BJP ഇല്ല, RSS ഒരു പൊളിറ്റിക്കൽ പാർട്ടി അല്ല. അന്ന് BJP ഹിന്ദു മഹാസഭ ഇവർക്ക് ആർക്കും ഒരു കാര്യമില്ലെന്ന്. അന്ന് ഹിന്ദു മഹാസഭ ഉണ്ടെന്നേ. ആര് പറഞ്ഞ കാര്യമില്ലെന്ന്? ഹിന്ദു മഹാസഭയിലുള്ള ആൾക്കാർ ആര് പറഞ്ഞ കാര്യമില്ലെന്ന്? ഹിന്ദു മഹാസഭയിലുള്ള എത്രയോ ആൾക്കാരുടെ എത്രയോ പ്രസ്താവനകളും കാര്യങ്ങളും ചർച്ചകളിൽ ചേർന്നതിന് ശേഷം അതാണ് ശരി എന്ന് കണ്ടുകൊണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും BR അംബേദ്കറും ഭരണഘടനയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. താങ്കൾക്ക് അറിയില്ലേ? അപ്പൊ ഇതിനാണ് ക്യാൻസൽ കൾച്ചർ എന്ന് പറയുക. അതായത് ഞങ്ങളാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യം, ഞങ്ങളാണ് ഭരണഘടന. എന്താ താങ്കൾ ഇങ്ങനെ ഈ ചോദ്യം കേൾക്കുന്ന സമയത്ത് അസ്വസ്ഥത കാണിക്കുന്നത് എന്തിനാണ്? ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയല്ല. സ്വാതന്ത്ര്യ സമരത്തിൽ എന്റെ പൊന്നെ, ഞാനൊന്ന് പറഞ്ഞു. താങ്കൾ താങ്കൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. താങ്കൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. സംസാരിച്ച് സമയം കളയാൻ വേണ്ടി താങ്കൾ നോക്കുന്നു. ഞാൻ മറുപടി പറയുമ്പോ താങ്കൾ എന്തിനാ എന്റെ സമയത്ത് സംസാരിക്കുന്നത്? ഇത് താങ്കളുടെ മഞ്ജുഷും താങ്കളും തമ്മിലുള്ള അഭിമുഖം കാണാൻ എനിക്കല്ല. ഞങ്ങള് മഞ്ജുഷും അത് താങ്കളുടെ അവസരത്തിൽ പറയൂ. അത് മറ്റുള്ളവരോട് താങ്കൾ പറഞ്ഞല്ലോ. മഞ്ജുഷും അനുഭവം തമ്മിലുള്ള അഭിമുഖമൊന്നുമല്ലത്. ഇതൊരു ചർച്ചയാണ്. ആ ചർച്ചയിൽ മറ്റുള്ള ആൾക്കാർ സംസാരിക്കും. ആ സമയത്ത് താങ്കൾ മിണ്ടാതിരിക്കണം. ആ സമയത്ത് താങ്കൾ മിണ്ടാതിരിക്കണം. ഞാൻ ഇടപെടും. അഭിമാനം ഉണ്ടെന്നേ, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. താങ്കളുടെ ആത്മാഭിമാനത്തിലെ പറയുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. താങ്കൾ പറഞ്ഞ ചരിത്രപരമായ വിഡ്ഢിത്തം ഞാൻ തുറന്നു കാട്ടി. ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയല്ല, ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സംഭാവനയാണ്. അതിൽ വ്യത്യസ്ത രാഷ്ട്രീയ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്. അല്ലാതെ പറഞ്ഞ നിങ്ങൾ പറയുന്നത് നുണ. എന്റെ പൊണ്ണി ഞാൻ മറുപടി പറയല്ലേ? മനുഷ്യന്റെ സംസാരിക്കുന്ന ആൾക്കാരുടെ വോയിസ് ഒന്ന് ലോവർ ചെയ്യൂ. ഹിസ്റ്റീരിക് ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരുടെ വോയിസ് ലോവർ ചെയ്യൂ. മറ്റുള്ളവർക്ക് സംസാരിക്കണ്ടേ? ഞാനിവിടെ ഷൗട്ടിംഗ് ഗെയിമിന് വേണ്ടി വന്നതല്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഷൗട്ടിംഗ് ഗെയിമിനല്ല. താങ്കളൊന്നും മിണ്ടാതിരിക്കട്ടെ. നിങ്ങൾക്ക് പ്രഭാഷണ പരമ്പരയല്ല, ഇതൊരു ചർച്ചയാണ്. ഇതൊരു ചർച്ചയാണ് ചേട്ടാ. അനിൽ ബോസ് ചേട്ടാ, ഇതൊരു ചർച്ചയാണ്. മറ്റുള്ള ആൾക്കാർ അഭിപ്രായം പറയും. മിണ്ടാതിരുന്ന് കേൾക്കുക. അതിന്റെ അഭിപ്രായം പറയില്ല. എന്റെ പൊന്ന അനിൽ ബോസെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അനിൽ ബോസെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ.
നിങ്ങളൊന്നും മിണ്ടാതിരുന്നാലല്ലേ മറ്റുള്ളവർക്ക് പറയാൻ പറ്റൂ. നിങ്ങൾ എന്നോട് ഒരു ചോദ്യം ഉണ്ടാകുന്ന സമയം മുതൽ തന്നെ നിങ്ങൾ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ പറയുന്ന മണ്ടത്തരവും പൊട്ടത്തരവും ചരിത്രപരമായിട്ടുള്ള അപകടവും ഞാൻ ഓരോന്നായിട്ട് എണ്ണി പറയുമ്പോ നിങ്ങൾ ഇവിടെ ശബ്ദം ഉണ്ടാക്കണേ. ഒന്ന്, നിങ്ങൾ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ നുണ ഭരണഘടന കോൺഗ്രസിന്റെ സംഭാവനയാണെന്ന് പറഞ്ഞിരിക്കുന്നത് പെരും നുണ. ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സംഭാവനയാണ്. അതിൽ കോൺഗ്രസുകാർ മാത്രമല്ല നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാരുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറഞ്ഞ എന്താണ്, ഇവിടെ ഈ 26 പേർ മരിച്ചതിനെ ഞാൻ ചെറുതായിട്ട് കണ്ടുവന്ന്. എമ്മാതിരി മര്യാദകരാണ് ശ്രീ അനിൽ ബോസ്. ഞാൻ ഈ ചർച്ചയിലോ ഇന്നേ വരെയുള്ള എന്റെ ഏതെങ്കിലും ഒരു അഭിപ്രായ പ്രകടനത്തിലോ ഈ 26 പേർ മരിച്ചത് ചെറുതായിട്ട് കണ്ടോ? അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും, നിങ്ങളുടെ സംസ്കാരമോ നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ സംസാരമായിരിക്കും. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ ട്വിറ്ററിലെ ട്വീറ്റുകളെല്ലാം തന്നെ പാകിസ്ഥാൻ അവിടെ ആഘോഷിക്കുന്നത്. പാകിസ്ഥാൻ അവിടെ നിങ്ങളുടെ ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ. നിങ്ങൾ ഇതൊക്കെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മാത്രം ഇതാണോ? നിങ്ങളുടെ KPCC മീറ്റിംഗോ? ഇതൊന്നും നിങ്ങളുടെ KPCC മീറ്റിംഗോ? ബാക്കിയുള്ള ആൾക്കാർ സംസാരിക്കട്ടെ. 26 പേർ മരിച്ചത് ചെറുതായിട്ട് കാണരുത് എന്ന് നിങ്ങൾ എന്നെ ഉപദേശിക്കാൻ നിങ്ങൾ ആരാഹേ? ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്റെ ഒരു അഭിപ്രായവും പാകിസ്ഥാനിൽ ഒരിക്കലും ഉപയോഗിക്കില്ല. നിങ്ങളുടെ കോൺഗ്രസ് കേരളയിലെ ട്വീറ്റ് ആണ് പാകിസ്ഥാനിൽ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കോൺഗ്രസ് കേരളയിലെ ട്വീറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തലയില്ലാത്ത ചിത്രം നിങ്ങൾ വെച്ചതിന് ശേഷം നിങ്ങൾ ഈ രാജ്യത്തിനെ അപമാനിച്ചു. ആ മര്യാദകേടിന്റെ 7 അയലത്ത് ഇന്ത്യയിലെ ഒരാളും വന്നിട്ടില്ല. ഇന്ത്യയിലെ ഒരാളും വന്നിട്ടില്ല. ഷിംല പാക്റ്റിനെ പറ്റി നിങ്ങൾ പറഞ്ഞത് എന്തൊരു വിഡ്ഢിത്തമാണ്. ഷിംല പാക്ട് വന്നിരിക്കുന്ന 1971 65 വേറെ കണ്ടീഷൻ ഉണ്ടായിരുന്നു. 65 ഈ അലക്സി കെസിഗിൻ 2 രാജ്യങ്ങളോടും പറയുകയാണ് ഞാൻ മധ്യസ്ഥത വഹിക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രി സമ്മതിച്ചെന്നേ. ഇവിടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയും അവിടെ അയൂബ് ഖാനും സമ്മതിച്ചതിന് ശേഷമാണ് ഈ ചർച്ച നടത്തിയത്. 71 ഷിംല കരാറിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറിയത് കോൺഗ്രസ്സുകാർ അറിഞ്ഞില്ലേ? കോൺഗ്രസ്സുകാർ ഇന്ത്യ ഇൻഡസ് വാട്ടർ ട്രീറ്റി സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ പാകിസ്ഥാൻ പറഞ്ഞ എന്താ, ഷിംല എഗ്രിമെന്റ് ഞങ്ങൾ വയലേറ്റ് ചെയ്യുന്നു. ഷിംല എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തതുകൊണ്ടാണ് ചേട്ടാ ഇപ്പൊ നമ്മൾ അവിടെ പോയി അറ്റാക്ക് ചെയ്തത്. കാരണം ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് ഈ 2 രാജ്യങ്ങളും പോവില്ല എന്നും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ബ്രീച്ച് ചെയ്യാൻ പോവില്ല എന്നും അവരുടെ സ്ഥലത്തേക്ക് കടന്നു കയറില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ഷിംല കരാറിലേ. ഈ ഷിംല കരാർ വയലേറ്റ് ചെയ്ത് പാകിസ്ഥാൻ പോയത് കൊണ്ടാണ് ഇന്ത്യ അങ്ങോട്ട് കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ കടന്നു കയറിയത്. ഷിംല കരാറിലാണ് മധ്യസ്ഥതയെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ അതിൽ നിന്ന് പിന്മാറിയ പിന്നെ ഇന്ത്യയോടൊപ്പം ചേർന്നിട്ടാണോ ഈ കരാർ എഴുതുന്നത്? അങ്ങനെ ഏത് കരാറാണ് ഉള്ളത്? അങ്ങനെ ഒരു കരാറുമില്ല. ഷിംല കരാറിൽ നിന്ന് അതിന്റെ സെക്കൻഡ് പാർട്ടി മാറിക്കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് പാർട്ടി ആയിട്ടുള്ള ഇന്ത്യക്ക് പിന്നെ ആ കരാർ അംഗീകരിക്കേണ്ടത് കാര്യമില്ലാത്തത് കൊണ്ടാണ് ആംഡ് കോൺഫ്ലിക്റ്റിലേക്ക് പോയിരിക്കുന്നത്. പിന്നെ ഗുജറാത്ത് പ്രധാനമന്ത്രി ആയിരിക്കും നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇന്ന് പറയുന്ന പോലുള്ള രാഷ്ട്രീയമാണ്. സോഫിയ ഖുറേഷിയെ അപലപിച്ചിരിക്കുന്ന മധ്യപ്രദേശിലെ BJP MP അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ഇങ്ങനെയുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് മര്യാദകേടാന്ന് പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ നിങ്ങൾക്ക് പറയാമോ കേരളത്തിലെ കോൺഗ്രസിന്റെ ട്വിറ്റർ ഹാൻഡിലിൽ നിന്ന് ദേശവിരുദ്ധമായിട്ടുള്ള ട്വീറ്റുകൾ വന്നിരിക്കുന്നത് തെറ്റാണെന്ന് അനിൽ ബോസിന് പറയാൻ കഴിയുമോ? പ്രധാനമന്ത്രിയുടെ തല അവിടെ ഇല്ലാത്ത ചിത്രം വെച്ചിരിക്കുന്നത് മോശമാണെന്ന് പറയാൻ കഴിയുമോ? എന്റെ പ്രസ്താവനയല്ല, നിങ്ങളുടെ പാർട്ടിയുടെ പ്രസ്താവനയാണ് പാകിസ്ഥാനിലെ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഇടവരുത്തരുതായിരുന്നെന്ന് അനിൽ ബോസിന് പറയാൻ പറ്റുമോ? വഡേറ്റിവാർ എന്ന് പറയുന്ന നിങ്ങളുടെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള MP അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അവിടെ ഭീകരവാദികൾ ആരുടെ മതം ചോദിച്ചിട്ടൊന്നും വെടിവെച്ചിട്ടൊന്നുമില്ല, മതം ചോദിക്കാനല്ലേ അവർക്ക് നേരമെന്ന്. ആരെയാണ് അപമാനിച്ചത്? അവിടെ വന്ന് ഈ ട്രോമ അനുഭവിച്ചിരിക്കുന്ന അവിടെ രക്തസാക്ഷികളുടെ ബന്ധുക്കളായിട്ടുള്ള സർവൈവേഴ്സിനെ അവരുടെ സ്റ്റേറ്റ്മെന്റിനെ വിശ്വസിക്കാതെ കോൺഗ്രസിന്റെ MLA വഡേറ്റിവാർ മഹാരാഷ്ട്രയിൽ അയാൾ അപമാനിച്ചു. നിങ്ങൾ അപലപിച്ചോ? അനിൽ ബോസ് അപലപിച്ചോ? നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തണ്ടലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അപലപിക്ക്. RB തിമ്മപ്പൂർ നിങ്ങളുടെ കർണാടകയിലുള്ള എക്സൈസ് മന്ത്രി അങ്ങനെ പറഞ്ഞു എന്താ, മതം ചോദിച്ചുകൊണ്ട് ഒരു കൊലപാതകവും നടന്നിട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള കൊച്ചിയിലുള്ള രാമചന്ദ്രൻ എന്ന് പറയുന്ന ആളിന്റെ മകൾ ഉൾപ്പെടെ സർവൈവേഴ്സ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് പുല്ല് വില കൊടുത്തിരിക്കുന്നത് കോൺഗ്രസ്സുകാരാ. നിങ്ങൾ അപലപിച്ചോ? നിങ്ങളുടെ മുഖ്യമന്ത്രി അവിടെ കർണാടകയിലുള്ള മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന നിങ്ങൾ അപലപിച്ചോ? ചുമ്മാ ഒരു സൈഡിലോട്ട് മാത്രം പ്രധാനമന്ത്രി പറയുന്നതിന് വരെ പ്യൂണിനെ കയറ്റിവിടരുതെന്ന് പറഞ്ഞ നിങ്ങളാ. പ്യൂണാണോ ഇന്ത്യയുടെ വിദേശകാര്യ വക്താവ്? ഹൈക്കമാൻഡ് കൾച്ചറുള്ള ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാർ എല്ലാവരും പ്യൂണാണെന്ന് തോന്നും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിന് മറ്റുള്ള ആൾക്കാരെ കിട്ടത്തില്ല. ഞാനൊരൊറ്റ കാര്യമാണ് പറഞ്ഞത്. ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ നാവ് പാകിസ്ഥാൻ അതിന്റെ നാവായിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അത് അപകടകരമാണ്. അങ്ങനെ നമ്മുടെ നാട്ടിലെ ആരുടെയെങ്കിലും നാവ് പാകിസ്ഥാനോ അല്ലെങ്കിൽ നമ്മുടെ എതിർ കക്ഷിയോ ഉപയോഗിക്കുന്നെങ്കിൽ അത് രാജ്യദ്രോഹമാണ് എന്നുള്ളതാണ്. ഇതിൽ യാതൊരു വ്യക്തിപരമായ അല്ലെങ്കിൽ സംഘടനാപരമായ കാര്യമല്ല ഞാൻ പറഞ്ഞത്.
ഇന്ത്യയിൽ വളരെ സ്പഷ്ടമായിട്ട് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. അല്ല, ഞാൻ ഒമർ പറഞ്ഞപ്പോൾ അബ്ദുള്ള, അസറുദ്ദീൻ ഒവൈസി, വേണുഗോപാൽ, തരൂർ, ഈ ഇതിനു മുമ്പ് 3 ബോംബെ പേരാണ് സംഭവം ഉണ്ടായപ്പോൾ ഏറ്റവും നരേന്ദ്രമോദി പറഞ്ഞതിനെക്കുറിച്ച് ശക്തമായിട്ട് താങ്കളുടെ ഇന്ത്യയുടെ നിലപാടെന്താ? വക്താക്കളായി നിന്ന് സംസാരിച്ചിട്ടുള്ളത്. താങ്കളുടെ അവരുടെ നിലപാടെന്താ? ഒരു വാക്കുപോലും ഗുജറാത്തിൽ പാകിസ്ഥാൻ ഉപയോഗിക്കാനായിട്ട് മുഖ്യമന്ത്രിയായിരുന്ന കിട്ടിയിട്ടില്ല. നരേന്ദ്രമോദി പക്ഷേ ഡോക്ടർ മൻമോഹൻ ഇന്ത്യൻ നാഷണൽ സിംഗിനെതിരെ കോൺഗ്രസിന്റെ രൂക്ഷമായി വാക്കുകൾ പ്രതികരിച്ചപ്പോൾ പൂർണ്ണമായും താങ്കളുടെ നിലപാട് ഉപയോഗിക്കാനായിട്ട് എന്താണെന്ന് പല സന്ദർഭങ്ങളിൽ പാകിസ്ഥാൻ അവസരം കിട്ടുകയും പാകിസ്ഥാൻ അത് ഉപയോഗിക്കുകയും പാകിസ്ഥാൻ അത് വെച്ച് ഇന്ത്യയെ കൊഞ്ഞനം കുത്തുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ ഈ പറഞ്ഞ ഈ ഭരണഘടന ഉണ്ടാക്കിയെന്ന് പറയുന്നതുണ്ടല്ലോ, അതുപോലും ഇല്ലാതാക്കാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞ ഏറ്റവും വലിയ ബ്ലണ്ടറാണ്. ജവഹർലാൽ നെഹ്റു പോലും പറയാത്ത ഒരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത് ഇന്റർനാഷണൽ കോൺഗ്രസ് ആണ്. ഇതിൽ പരം ഒരു വ്യക്തിത്വം ഈ ലോകത്ത് ആരും ഈ അടുത്ത കാലത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങിത് അങ്ങയുടെ പെട്ടിയിൽ വെച്ച് സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. പുറത്തെടുത്താൽ കോൺഗ്രസ്സുകാർ തന്നെ ചിലപ്പോൾ അങ്ങയെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യും എന്നേ എനിക്ക് പറയാം. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ശശി തരൂർ കോൺഗ്രസ് വിട്ട് BJP-യിൽ എത്തുമോ? BJP-യിൽ എത്തുമെന്ന് 68% പ്രേക്ഷകരും കരുതുകയാണ്, 28% ഇല്ല എന്ന്. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.